നാല് അതിഥികളാണ് ബിഗ് ഡയലോഗിൽ പങ്കെടുക്കുന്നത്. കോൺഗ്രസിൽ നിന്ന് വസന്ത് തെങ്ങുംപള്ളി, സാമൂഹ്യ ചിന്തകൻ പ്രൊഫസർ എം.എൻ. കാരശ്ശേരി, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കർ, മാധ്യമപ്രവർത്തകൻ ആനന്ദ് കൊച്ചുകുടി എന്നിവരാണ് ബിഗ് ഡയലോഗിൽ തത്സമയം അതിഥികളായി പങ്കുചേരുന്നത്. ആദ്യം ശ്രീ വസന്ത് തെങ്ങുംപള്ളി, ഇന്നിപ്പോൾ പുതിയ പുതിയ തലവേദനകൾ ഉണ്ടാകുകയാണ്. അത് ഒരു രാഷ്ട്രീയ വെല്ലുവിളിയായി കാണുന്നുണ്ടോ? ഈ സതീശൻ്റെ അനുനയ നീക്കങ്ങൾ, തന്ത്രപരമായൊരു ചുവടുമാറ്റം, അത് വരും ദിവസങ്ങളിൽ ഫലം കാണുമെന്ന് കരുതാമോ? കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു ഡെമോക്രാറ്റിക് സ്പേസ് ആണ്, അല്ലാതെ ഒരു ഡിക്റ്റേറ്റർഷിപ്പ് അല്ല. ഞാൻ ആരെ തീരുമാനിച്ചു? പ്രതിപക്ഷ നേതാവിനെ തീരുമാനിച്ചു. ആരാ പ്രതിപക്ഷ നേതാവ്? അത് ഞാൻ തന്നെ എന്ന് പറഞ്ഞാൽ റാങ്ക് മുകളിൽ നിൽക്കുന്നവർ ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും. ആ അഭിപ്രായങ്ങളുള്ള സെക്ടറുകൾ ഉണ്ടാവും. ആ അഭിപ്രായങ്ങൾ ചർച്ച ചെയ്യപ്പെടും. എനിക്ക് ഡിസ്റ്റർബൻസ് ഉണ്ട്. അപ്പോ ആ അഭിപ്രായങ്ങൾ ചർച്ച ചെയ്യപ്പെടും. അതിൽ യാതൊരുവിധ പ്രശ്നവുമില്ല. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് കോൺഗ്രസിൽ വളരെ പ്രധാനപ്പെട്ട തലമുതിർന്ന നേതാക്കളുണ്ട്, യുവ നേതാക്കളുണ്ട്, കഴിവ് തെളിയിച്ചവരുണ്ട്. അവരുടെ ഒരു കൺസോർഷ്യം എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ അതിന്റെ ഒരു സമവായമായിരിക്കും മന്ത്രിസഭ എന്നതിൽ യാതൊരു സംശയവും വേണ്ട. മുഖ്യമന്ത്രി പദത്തിലേക്കും 3 പ്രധാനപ്പെട്ട നേതാക്കളെ പാർട്ടി പരിഗണിച്ചു. ആ 3 പേരുടെയും മെറിറ്റ്സും ഡിമെറിറ്റ്സും പരിഗണിക്കപ്പെട്ടു, ചർച്ച ചെയ്യപ്പെട്ടു. അതിനൊടുക്കം അഭിപ്രായങ്ങൾ എന്ന് പറയുന്നതിന് ഒരു ചാരുതയൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടാകും. പക്ഷെ ഒരാൾ വന്നിറങ്ങിയിട്ടിപ്പോ എന്നെ പിച്ചി ചീന്തിയത് മതിയായില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഈ പറയുന്ന ചാരുതയൊന്നും അതിലില്ല. അത് നിങ്ങൾ മാധ്യമങ്ങളോടാണ് ബഹുമാനപ്പെട്ട കെ.സി. വേണുഗോപാൽ ചോദിക്കുന്നത്. മാധ്യമ വിചാരണയ്ക്ക് വേട്ടയാടലുകൾക്ക് ഇരയാക്കപ്പെടേണ്ടി വന്നൊരു മനുഷ്യൻ, അത് നിങ്ങൾ മാധ്യമങ്ങളോടാണ് ചോദിച്ചത്. അതിനെപ്പറ്റി മറിച്ച് ചിന്തിക്കേണ്ടതും തിരുത്തേണ്ടതും നിങ്ങൾ മാധ്യമങ്ങളാണ്. മാധ്യമങ്ങളാണോ അല്ലല്ല വസന്ത്, മാധ്യമങ്ങളാണോ MLA-മാരെ തടഞ്ഞത്? മാധ്യമങ്ങളാണോ പ്രതിഷേധ പ്രകടനവുമായി ഇറങ്ങിയത്? മാധ്യമങ്ങളാണോ ഫ്ലെക്സ് വെച്ചത്? ഒരു കാര്യം ഞാൻ തിരിച്ചോർമ്മിപ്പിക്കാം. ബിഗ് ടി വി അല്ല. ബിഗ് ടി വി ഉണ്ടോ എന്നൊക്കെ ആർക്കൈവ്സ് നോക്കിയാൽ മതി. ദീപാദാസ് മുൻഷി ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ടത്രേ, അവർ ഇൻഡിഗോ വിമാനത്തിൽ വരുന്നത്രേ, അവർക്ക് സൈഡ് സീറ്റ് കിട്ടിയത്രേ എന്ന് പറഞ്ഞ് വാർത്ത കൊടുത്തുകൊണ്ടിരുന്ന ആരാ? ദീപാദാസ് മുൻഷിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മറ്റൊരു ചാനലിൽ ഇരിക്കുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട ദീപാദാസ് മുൻഷിയുമായി ബന്ധപ്പെട്ട് ഞാൻ അവരുടെ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോ അങ്ങനെ ഒരു കാര്യം അവർ അറിഞ്ഞിട്ട് പോലില്ല. ചോദ്യം ഇതാണ്, മാധ്യമങ്ങൾ അഥവാ എന്തെങ്കിലും ചോദിക്കുന്നുവെങ്കിൽ അത് രഹസ്യമായിട്ടല്ല, മുഖാമുഖം നേതാക്കളോട് ചോദിക്കുന്നു. ഇനി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നു, അതിലെന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ അത് വിമർശിക്കുകയും ചെയ്യാം. പക്ഷെ അത് ഒളിപ്രവർത്തനമല്ല. ഇവിടെ പിച്ചി ചീന്തി എന്ന് പറയുന്നത് അതുകൊണ്ട് ഒളിപ്രവർത്തനം നടത്തിയവരെ ഉദ്ദേശിച്ചാണ്, നേർക്കുനേർ ചോദ്യം ചോദിക്കുന്നവരെ ഉദ്ദേശിച്ചല്ല. ഇപ്പോ മാധ്യമങ്ങൾ ചോദിച്ചു KCയോട് ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരുമോന്ന്, അതും വേണമെങ്കിൽ എടുത്തോളൂ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനത്തിന് കൊടുക്കാം എന്നാണോ KC ഉദ്ദേശിച്ചിരിക്കുന്നത്? അപ്പോ ചോദ്യങ്ങൾ കൃത്യമായി മുഖത്ത് നോക്കി ചോദിക്കുന്ന ആളുകളെ ചാരി ഇനിയും രക്ഷപ്പെടാൻ നോക്കരുത്. ഫ്ലക്സുകൾ, പ്രതിഷേധ പ്രകടനങ്ങൾ, ഈ പറയുന്ന ആൾക്കൂട്ട വിചാരണ, ഇതൊന്നും മാധ്യമങ്ങളല്ല നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് പിച്ചി ചീന്തിയ ആളുകൾ ആരാണ് എന്ന് KCയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് വ്യത്യസ്ത അഭിപ്രായം എന്ന ചാരുതയുമായി ഇനി ഇറങ്ങരുതേ എന്ന്. വസന്ത് അല്ല, വ്യത്യസ്ത അഭിപ്രായങ്ങൾ എന്ന ചാരുത തന്നെയാണ് കോൺഗ്രസ് പാർട്ടി എല്ലാ കാലത്തും നയിക്കുന്നത്. അത് ഇനിയും നയിക്കുക തന്നെ ചെയ്യും. അതിൽ അഭിപ്രായ പ്രകടനങ്ങൾ പബ്ലിക് സ്പേസിലേക്ക് വന്നത് ശരിയാണ് എന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. അങ്ങനെ ആരെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ എല്ലാം ഓൺ ചെയ്യാനും ഞാനില്ല. പക്ഷേ കേരളം ഉണ്ടായ കാലം തൊട്ട് ഇന്ന് വരെ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരെ തീരുമാനിച്ചപ്പോൾ എപ്പോഴും ഒന്നിലേറെ ചോയ്സുകൾ ഉണ്ടായിട്ടുണ്ട്. അത് ചർച്ച ചെയ്തിട്ടുണ്ട്. അവരുടെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് പാർട്ടി പരിഗണിച്ചിട്ടുണ്ട്. അവരവർക്ക് അവരവരുടെ ക്ലെയിം മുമ്പോട്ട് വെക്കാനുള്ള അവസരം കൊടുത്തിട്ടുണ്ട്. ഒടുക്കം കൺസെൻസസ്, അതായത് സമവായം, ആ സമവായത്തിൽ എത്തുകയാണ് ചെയ്യുന്നത്. ആ സമവായത്തിലെത്തി ഒരാളെ തീരുമാനിക്കുമ്പോൾ മറ്റുള്ളവർ മോശമാണ് എന്നൊരു അഭിപ്രായമില്ല. മറ്റുള്ളവരെക്കാൾ മിടുക്കനാണോ പരിഗണിക്കപ്പെട്ട ആൾ, തീരുമാനിക്കപ്പെട്ട ആൾ എന്നില്ല. അത് ആ സമയത്ത് ചില ഘടകങ്ങളുടെ ഭാഗമായി ആ സമവായത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. കെ.സി. വേണുഗോപാലും രമേശ് ചെന്നിത്തലയും VD സതീശനും, ഈ 3 പേരും കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലീഡേഴ്സ് ആണ്. അവരാണ് ഈ തെരഞ്ഞെടുപ്പിനെ നയിച്ചത്. അവരാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിന്റെ അർഹരായി. ശരി, ഞാൻ വസന്തിലേക്ക് വരാം. ശ്രീജിത്ത് പണിക്കര്, ഈ സമവായത്തിൽ എത്താൻ എടുത്തത് 11 ദിവസമാണ്. സമവായത്തിൽ എത്തുകയായിരുന്നോ, എത്തിപ്പിക്കുകയായിരുന്നോ ജനം ഹൈക്കമാൻഡ് എന്നാണെന്ന് മാധ്യമങ്ങൾ എല്ലാവരും പറയുന്നത്. അപ്പോ ആരുടെ തീരുമാനമാണ് എന്നതൊക്കെ അതിൽ നിന്ന്, ആ സൂചനകളിൽ നിന്ന് വ്യക്തമാണ്. നമുക്കതവിടെ നിൽക്കട്ടെ. ഇനിയിപ്പോൾ അടുത്ത സമവായ നീക്കങ്ങളാണ്. അതിനിപ്പോൾ എത്രത്തോളം വിയർപ്പൊഴുക്കേണ്ടി വരും? ഇപ്പോൾ 11 ദിവസം എന്തായാലും വേണ്ടി വരില്ല. നാളെ ഘടകകക്ഷികളുമായുള്ള കൂടിയാലോചനകൾ ഉണ്ടാകുമെന്ന് പറയുന്നു. തിങ്കളാഴ്ച തന്നെ സത്യപ്രതിജ്ഞ ഉണ്ടാകും. അതിൽ എല്ലാ മന്ത്രിമാരും ചേർന്ന ഫുൾ ക്യാബിനറ്റ് സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് പറയുന്നു. ഇതൊക്കെ ഇവരുടെ മോഹന സ്വപ്നങ്ങളാണോ അതോ സുഗമമായ പാതയാണോ എന്നതൊക്കെ വരും ദിവസങ്ങളിലും ആകാംക്ഷയായി നിൽക്കുന്നുണ്ടോ? ശ്രീജിത്ത് പണിക്കർ. ശ്രീവേണു, ഈ ആദ്യം മുഖ്യമന്ത്രിയെ നിർണയിക്കുന്നതിന് തന്നെ 10 ദിവസത്തിന് മുകളിൽ എടുത്ത ഒരു സാഹചര്യം ഉള്ളപ്പോൾ
സ്വാഭാവികമായിട്ട് നമ്മളെല്ലാം തന്നെ പ്രതീക്ഷിക്കുന്നത് അതിനേക്കാൾ വലിയ അടി പൊട്ടുന്നത് ഈ ക്യാബിനറ്റ് പോർട്ട്ഫോളിയോകളുടെ ഒക്കെ തന്നെ വീതം വെപ്പ് നടക്കുന്ന സമയത്ത് അത് കോൺഗ്രസിനുള്ളിൽ തന്നെ ആർക്കെന്ത് എന്നുള്ള ഒരു തീരുമാനം, സഖ്യകക്ഷികളുമായി ബന്ധപ്പെട്ട ആർക്കൊക്കെ അവസരങ്ങൾ, അതിൽ ഓരോരുത്തർക്ക് എത്ര, ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ അടിപൊട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ ആ ഘട്ടത്തിലാണ് അതിന്റെ റിസ്ക് എല്ലാം തന്നെ അറിഞ്ഞുകൊണ്ട് ഈ നേതാക്കന്മാരൊക്കെ തന്നെ നമ്മുടെ മുന്നിൽ വന്നിട്ട് പറയുന്നത് അടുത്ത ദിവസം തന്നെ ആരുടെ ആ ഫുൾ ക്യാബിനറ്റിൽ വരുന്ന ആൾക്കാരുടെ ലിസ്റ്റ് തരും, എല്ലാവരും കൂടി ചേർന്നിട്ട് തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യുമെന്നൊക്കെ പറയുന്നത്. അങ്ങനെ ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുകയാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. കാരണം ഇപ്പോൾ തന്നെ ഉണ്ടായിരിക്കുന്ന ഈ ഒരു തർക്കത്തിലും അതുമായി ബന്ധപ്പെട്ട അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആക്ഷേപങ്ങൾ പറയുന്നതിലും ഒക്കെ തന്നെ ആൾക്കാർ വെറുത്തിരിക്കുകയാണ്. അപ്പോൾ പല ആൾക്കാരും സോഷ്യൽ മീഡിയയിൽ തന്നെ പോസ്റ്റ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ CPM ഭരിക്കുമ്പോൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഏകാധിപത്യമാണ് എന്നൊക്കെ ശ്രീ വസന്തൊക്കെ അവിടെ പറയുമ്പോൾ പോലും ആൾക്കാർ പ്രതീക്ഷിക്കുന്നത് അടിയുണ്ടാക്കുക എന്നുള്ളതല്ല. അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പരസ്യമായിട്ട് തെരുവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളമുണ്ടാക്കുക, നേതാക്കന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ദുഷിച്ച് വർത്താനം പറയുക തുടങ്ങിയ കാര്യങ്ങൾക്കല്ല അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അതൊരു അഭിപ്രായ പ്രകടനവുമായിരുന്നില്ല, മറിച്ച് അത് ശക്തി പ്രകടനമായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ എല്ലാ കാര്യത്തിലും മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തേണ്ടതുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത്തരം ഒരു ശൈലി നേരത്തെ ഉണ്ടായിരുന്ന സർക്കാർ സ്വീകരിച്ചിരുന്നതാണ്. മാധ്യമങ്ങളാണ് എല്ലാത്തിന്റെയും കൾപ്രിറ്റ് എന്ന രീതിയിലത്തേക്ക് മാധ്യമ സ്ഥാപനങ്ങളെ കുറ്റം പറയുന്ന രീതി മുഖ്യമന്ത്രി മുതൽ പാർട്ടി സെക്രട്ടറി വരെ അനുദിനം എടുത്തിരുന്ന ഒരടവാണ്. അത് ഭരണത്തിലേക്ക് വരുന്ന സമയത്ത് കോൺഗ്രസ് അത് അനുവർത്തിക്കുന്നത് ശരിയല്ല. ഇപ്പൊ ദീപാദാസ് മുൻഷി വരുന്നതോ വരാത്തതോ വാർത്തയാക്കുന്നത് കോൺഗ്രസിന്റെ ഡിസ്കഷൻസിനെ ഏത് രീതിയിൽ നെഗറ്റീവായിട്ട് ബാധിക്കുമെന്ന് സത്യമായിട്ടും എനിക്കറിയില്ല. തെറ്റായ ഇൻഫർമേഷൻ ആയിരുന്നിരിക്കാം. പക്ഷേ അതുകൊണ്ട് കോൺഗ്രസിന്റെ എന്തെങ്കിലും ഒരു തീരുമാനത്തിന് ഒരു വലിയ ആഘാതമേറ്റു എന്നൊന്നും പറയുന്നതിൽ കാര്യമില്ല. ഡെവലപ്പിംഗ് സ്റ്റോറിയാണ്. അപ്പോൾ അത് ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. നിരവധി മാധ്യമ പ്രവർത്തകരുണ്ട്. അതുകൊണ്ട് തന്നെ ആ വാർത്ത അനുമോദിച്ചുകൊണ്ട് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തു എന്ന് പറയുന്നത് എന്തായാലും മാധ്യമങ്ങൾ വാർത്തയായിട്ടാണ് കൊടുത്തിട്ടുള്ളത്, മാധ്യമങ്ങൾ സൃഷ്ടിച്ചതല്ല. ഈ AICC VD സതീശനെ മുഖ്യമന്ത്രിയായി നിയോഗിച്ചു എന്ന് പറഞ്ഞ് ആ ലെറ്റർ ഹെഡ് പുറത്തു വന്നത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. മാധ്യമങ്ങൾ അത്തരമൊരു വ്യാജരേഖ ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ സ്വന്തം പാളയത്തിൽ ഏതൊക്കെ തരത്തിലുള്ള വ്യാജന്മാർ കിടന്ന് കളിക്കുന്നു എന്നതറിയാത്തവരൊന്നുമല്ല ഈ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്താൻ ഇറങ്ങി പുറപ്പെടുന്നവർ. എക്സാക്ട്ലി, അതൊരു ഈസി ടാർഗറ്റ് ആയതുകൊണ്ടാണ്. അതായത് ഞാനിത് നോക്കിക്കഴിഞ്ഞാൽ ശ്രീ വേണു താങ്കളൊന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, കഴിഞ്ഞ 1-2 ദിവസങ്ങളായിട്ട് കോൺഗ്രസിന്റെ വക്താക്കൾ പല ചാനലുകളിൽ വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ പൊടിക്കൈകൾ പറയുന്നുണ്ട്. ആ സമയത്ത് അത് അതാത് മാധ്യമം അല്ല കേട്ടോ എന്ന് പറയാറുണ്ട്. ഇപ്പൊ ബിഗ് ടിവിയിലാണെങ്കിൽ ബിഗ് ടിവിയിൽ അല്ല കേട്ടോ എന്ന് പറയും, മറ്റൊരു മാധ്യമത്തിലാണെങ്കിൽ അവിടെ അല്ല കേട്ടോ എന്നത് പറയുന്നുണ്ട്. പക്ഷേ ശ്രീ വസന്ത് ഉൾപ്പെടെയുള്ള ആൾക്കാർ മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ശ്രീ VD സതീശനെ നുണേശ്വർ എന്ന് വിളിച്ചതും അദ്ദേഹത്തിനെതിരെ വ്യക്തിപരമായിട്ടും സംഘടനാപരമായിട്ടുമുള്ള ആക്ഷേപങ്ങളൊക്കെ തന്നെ CPM ഉന്നയിച്ചതും തെരഞ്ഞെടുപ്പിന്റെ ദിവസം വരെ മാത്രമാണ്. വോട്ട് പെട്ടിയിൽ വീണതിന് ശേഷം പിന്നീട് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം സ്വിച്ച് ഇട്ടതുപോലെ നിന്നു. അങ്ങനെ ഒരു രാഷ്ട്രീയ മര്യാദ സത്യത്തിൽ അവർ കാണിച്ചു. അതിനുശേഷം ശ്രീ VD സതീശനെ അടക്കമുള്ള അല്ലെങ്കിൽ ഈ പ്രധാനപ്പെട്ട ഫ്രണ്ട് റണ്ണേഴ്സായിട്ട് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി ഉണ്ടായിരുന്ന ആൾക്കാരെ എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിച്ചതും ദൂഷിപ്പിച്ചതും കോൺഗ്രസ്സുകാർ തന്നെയാണ്. എനിക്ക് തന്നെ എത്രയോ കോൺഗ്രസ്സുകാരുടെ നിയുക്ത MLA-മാരുടെ പാർട്ടിയുടെ വക്താക്കളായിട്ടുള്ള ആൾക്കാരുടെ ഫോൺ കോൾ വന്നു എന്നറിയുമോ? അവരെല്ലാവരും തന്നെ ഏതെങ്കിലും ഒരു പക്ഷത്തിന് വേണ്ടി നിൽക്കുകയാണെങ്കിൽ മറ്റുള്ള പക്ഷത്തിനെ ദുഷിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനിഷ്യലി ഇത് ക്യാൻവാസിംഗ് ആയിട്ടാണ് തുടങ്ങിയത് എങ്കിൽ പിന്നീട് അത് മറ്റൊരാളിനെ ദുഷിച്ച് സംസാരിക്കുന്ന ലെവലിൽ വരെ എത്തി. അപ്പൊ ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ഒരു പ്രവർത്തനം അത് അഭിപ്രായ സ്വാതന്ത്ര്യമല്ല, അത് ആവിഷ്കാര സ്വാതന്ത്ര്യമല്ല, നിങ്ങളുടെ ഉൾപാർട്ടി ജനാധിപത്യമല്ല, മറിച്ച് അതൊരു വ്യക്തിയെ ഒരു ക്യാമ്പിൽ നിന്നുകൊണ്ട് അബ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ നടന്നിട്ടില്ല എന്ന് നമ്മൾ അതിനെ കണ്ണടച്ച് പറയുന്നതിനും ആ നടന്നതെല്ലാം ജനാധിപത്യപരമായിട്ടുള്ള അഭിപ്രായ പ്രകടനമായിരുന്നു, ഡിസ്കഷൻസ് ആയിരുന്നു എന്നൊക്കെ പറയുന്നത് വാസ്തവങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളതാണ് പ്രധാനം. ഇപ്പോൾ ശ്രീ വേണു തന്നെ അവിടെ പറഞ്ഞിരിക്കുന്ന ആ ഒരു കാര്യമുണ്ട്, അത് വളരെ പ്രസക്തമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം അതുകൂടെ പറഞ്ഞു നിർത്താം, ശ്രീ KC വേണുഗോപാൽ നടന്നു പോകുന്ന സമയത്ത് അദ്ദേഹത്തിനോട് ഇനി AICC ഈ ജനറൽ സെക്രട്ടറി ആയിട്ട് തുടരുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്ന ആ മറുപടി തന്നെ വേണമെങ്കിൽ അതും വിട്ടുതരാം എന്നാണ്. അതായത് ഏതാണ്ട് ഉറപ്പിച്ച ഒരു കാര്യം തനിക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നു എന്ന മട്ടിലാണ് പറയുന്നത്. അത് മാധ്യമ സൃഷ്ടി ആയിരുന്നില്ല എന്നതിനെ കുറിച്ച് ശ്രീ വസന്ത് മനസ്സിലാക്കിയാൽ നന്നായിരുന്നു എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ശരി, ശ്രീ ആനന്ദ് കൊച്ചുകൂടി, ശ്രീ ശ്രീത്ത് പണിക്കർ പറഞ്ഞതിന് വസന്ത് അദ്ദേഹത്തിന്റെ ഊഴം വരുമ്പോൾ മറുപടി പറയട്ടെ. ശ്രീ ആനന്ദ് കൊച്ചുകൂടി, ഇന്ന് ഈ രമേശ് ചെന്നിത്തലയുമായി ബന്ധപ്പെട്ടാണ് ഒരു പുതിയ തലവേദന രൂപപ്പെട്ടിരിക്കുന്നത്. അതിൽ വാഴക്കന്റെ പ്രതികരണം ബിഗ് ടിവിയോട് നടത്തിയത് അങ്ങ് കണ്ടു കാണുമെന്നാണ് ഞാൻ കരുതുന്നത്. വാഴക്കൻ പറയുകയാണ്, കേന്ദ്ര നേതൃത്വത്തിനും നിയുക്ത മുഖ്യമന്ത്രിക്കും അറിയാം രമേശ് ചെന്നിത്തലയുടെ മന്ത്രിസഭയിലെ സാന്നിധ്യം അത്യാവശ്യമാണെന്ന്. അത് നൽകുന്ന സൂചന എന്താണ്? അല്ല, അത് നൽകുന്ന സൂചന എന്താണെന്ന് വെച്ചാൽ ചെന്നിത്തല
മുഖ്യമന്ത്രി ആകാൻ തുനിഞ്ഞിറങ്ങിയെങ്കിലും അദ്ദേഹം ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയാകാൻ തയ്യാറാണ്. ഈ ഡേവിഡ് കോപ്പർഫീൽഡിൽ ചാൾസ് ഡിക്കൻസ് എഴുതിയ ഡേവിഡ് കോപ്പർഫീൽഡിലെ ഒരു വാചകമുണ്ട്, ബാർക്കിസ് ഈസ് വില്ലിങ് എന്ന് പോലെ ചെന്നിത്തല ഈസ് വില്ലിങ്. എന്തിനാണ് ആഭ്യന്തരമന്ത്രി കുപ്പായം തയ്പ്പിച്ചത് അദ്ദേഹം മുഖ്യമന്ത്രി കുപ്പായമാണ്, പക്ഷെ ആഭ്യന്തരമന്ത്രിയുടെ കുപ്പായം ഇടാൻ അദ്ദേഹം തയ്യാറാണ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ, വാഴക്കൻ്റെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. പിന്നെ വാഴക്കൻ സ്വയം ആണോ അതെയോ ഇനി ചെന്നിത്തലയ്ക്ക് താല്പര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ആ ക്യാമ്പിൽ നിന്ന് വരുന്ന മറ്റൊരു വിവരം അദ്ദേഹം വാഴക്കൻ KPCC പ്രസിഡന്റ് സ്ഥാനം വഹിക്കാൻ തയ്യാറാണ് എന്നാണ്. പിന്നെ അദ്ദേഹം പറയുന്നുണ്ടല്ലോ നിങ്ങളോട്, അതായത് ഈ MP-മാരും ഡൽഹി വഴി കറങ്ങുന്ന ആൾക്കാരും MLA-മാരും ഒക്കെ ആകുന്നതിനേക്കാൾ ഇപ്പോൾ അത് രണ്ടുമല്ലാത്ത വാഴക്കൻ ആണ് കൂടുതൽ യോഗ്യൻ. ആ കാര്യത്തിൽ അത് ശരിയാണ്. കാരണം വാഴക്കൻ ഇപ്പോൾ ഈ തവണ എവിടെ മത്സരിച്ചെങ്കിലും, അത് കാഞ്ഞിരപ്പള്ളി ആണെങ്കിലും പൂഞ്ഞാറാണെങ്കിലും മറ്റെവിടെയായിരുന്നെങ്കിലും, ഈ 5 ജില്ലകളിൽ പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം തുടങ്ങിയുള്ള ജില്ലകളൊക്കെ തൂത്തുവാരിയപ്പോൾ ആകെ ഈ 5 ജില്ലകളിൽ തോറ്റത് കോന്നി മാത്രമാണ്, കോന്നി സീറ്റ് മാത്രം. അപ്പം അദ്ദേഹം ഒരിടത്തും അദ്ദേഹത്തിന് ടിക്കറ്റ് കൊടുക്കാൻ പറ്റിയില്ല രമേശ് ചെന്നിത്തലയ്ക്ക്. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് KPCC പ്രസിഡന്റ് സ്ഥാനം അദ്ദേഹം നോക്കുന്നു. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി സ്ഥാനം വഹിച്ച ഒരാളാണ്. സതീശന് ഈ ആഭ്യന്തരമന്ത്രി സ്ഥാനം രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുക്കാൻ ഒട്ടും താല്പര്യമുണ്ടാകില്ല. കാരണം ആഭ്യന്തരം വളരെ പ്രധാനമാണ്. ഇപ്പോൾ പണ്ട് ആനന്ദ്, ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഈ കുപ്പായം തുന്നൽ എന്ന ഒരു വിമർശനത്തിനപ്പുറത്തേക്ക് ചില സൂചനകൾ ഉണ്ട്. രമേശ് ചെന്നിത്തല ഈ മന്ത്രിസഭയിൽ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് എന്ന പരാമർശത്തിന് ഒന്നാമതായി അങ്ങ് കരുതേണ്ടത്, ഈ രമേശും VD സതീശനുമായുള്ള കൂടിക്കാഴ്ചയിൽ VD സതീശൻ പറഞ്ഞത് നിരുപാധികം അങ്ങേക്ക് ഈ മന്ത്രിസഭയുടെ ഭാഗമാകാമെന്നാണ്. എന്ന് വെച്ചാൽ ആഭ്യന്തരം രമേശിന് വിട്ടുകൊടുക്കുന്നതിൽ താല്പര്യക്കുറവേയില്ല സതീശന്. എന്തുകൊണ്ട്? അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ അത്യാവശ്യം എന്ന വാക്കിന് വല്ലാത്ത അർത്ഥങ്ങളുണ്ട് എന്ന്. സതീശൻ എന്നത് ലീഗിന്റെ മുഖ്യമന്ത്രിയാണ് എന്ന തരത്തിലുള്ള പ്രചാരണമാണല്ലോ ബലപ്പെട്ടത്. ആ കളങ്കം ഇതുവരെ മാറിയിട്ടുമില്ല എന്ന് മാത്രമല്ല, അത് കൂടുതൽ ബലവത്താവുകയാണ് ചെയ്തിട്ടുമുള്ളത്. അപ്പോൾ ഈ കമ്മ്യൂണൽ ബാലൻസിങ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ VD സതീശനെ ആ ഒരു മുഖമായി അവതരിപ്പിക്കാൻ VD സതീശനെ കഴിയാത്ത സ്ഥിതിയുണ്ട്. ലീഗിന്റെ അത്രയും പിൻബലത്തിലാണ് സ്വന്തം സ്ഥാനം ഉറപ്പിക്കപ്പെട്ടത് എന്നതിനാൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സെക്കുലർ ആയിട്ടുള്ള എന്താ പറയേണ്ടത്, ന്യൂനപക്ഷ പ്രീണനത്തിന്റെ മാത്രം കള്ളിയിലേക്ക് ഒതുങ്ങാത്ത ഒരു മുഖം വേണ്ടതുണ്ട്. അതാണ് ഈ പറയുന്ന രമേശ് ചെന്നിത്തലയെ ഈ സന്ദർഭത്തിൽ മന്ത്രിസഭയിൽ അത്യാവശ്യമുള്ള ഘടകമായി മാറ്റുന്നത്. അത് താങ്കൾ എന്തുകൊണ്ട് കാണുന്നില്ല? അല്ല, ആ കാര്യം എനിക്ക് പൂർണ്ണ സമ്മതമാണ്. ആ കാര്യത്തിൽ എനിക്കൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. പക്ഷേ സതീശന് സ്വയം അത് കൊടുക്കാൻ, ഈ ആഭ്യന്തര വകുപ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പല ഘടകങ്ങളുണ്ടല്ലോ. ഇന്റലിജൻസ് ഉൾപ്പെടെയുള്ള, വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടെ ആഭ്യന്തര വകുപ്പിന്റെ കീഴിൽ പോലീസും ഈ ക്രമസമാധാനവും എല്ലാം ആഭ്യന്തരമന്ത്രിയുടെ കീഴിലാണ്. ഒരു ഇല അനങ്ങിയാൽ അതിൻ്റെ റിപ്പോർട്ട് കിട്ടുന്നത് ആഭ്യന്തരമന്ത്രിക്കാണ്. അപ്പോൾ ആഭ്യന്തരമില്ലാതെ 2006 മുതൽ 2011 വരെ ഭരിച്ച VS അച്യുതാനന്ദനെ എങ്ങനെയാണ് CPM എന്ന പാർട്ടി തന്നെ വരിഞ്ഞു മുറുക്കിയതെന്ന് നമുക്കറിയാം. 1982 K കരുണാകരൻ മുഖ്യമന്ത്രിയായപ്പോൾ വയലാർ രവി ആഭ്യന്തരമന്ത്രിയായിരുന്നു. 85 ശേഷം അദ്ദേഹം ആ വകുപ്പ് തിരിച്ച് എടുത്ത് വയലാർ രവി രാജിവെക്കുന്ന സ്ഥിതിയൊക്കെ നമുക്കറിയാം. 2001 AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അതേ ദിവസം ചാർജ് എടുത്ത K മുരളീധരൻ കുറച്ച് 2 മാസത്തിന് ശേഷം അദ്ദേഹത്തിന്റെ അച്ഛൻ പറയുന്നത് കേൾക്കാതെ AK ആന്റണിയുടെ വിനീതദാസനായി മാറി എന്ന് K കരുണാകരന്റെ ക്യാമ്പ് അഭിപ്രായപ്പെടുകയും ദിവസവും പത്രക്കുറിപ്പുകൾ ഇറക്കുകയും AK ആന്റണിയും ദിവസവും വിമർശിക്കുകയും ചെയ്തിരുന്ന ആ കാലത്തെ കുറിച്ച് അറിയാം. അപ്പോൾ ഇവിടെ 2 ഘടകങ്ങളുണ്ട്. വേണു പറഞ്ഞ കാര്യം ഒരു ഘടകമാണ്. സാമുദായിക കാലങ്ങൾക്കെല്ലാം അതിൻ്റെതായ സത്യവും വസ്തുതയും ഉണ്ട്, അതിനെ നിരാകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, എങ്ങനെയാണ് ഈ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഗ്രൂപ്പ് യുദ്ധങ്ങൾക്ക് ലീഡർ അടക്കം ആയുധമാക്കിയിട്ടുള്ളത് എന്ന് നമുക്കറിയുന്നതാണ്. അത് വളരെ പ്രധാനവുമാണ്. ആ വകുപ്പ് ശരിക്കും ഈ സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന്റെ ക്രമസമാധാനം എന്നതിനേക്കാൾ ഉപരി ഇത്തരം രാഷ്ട്രീയ തന്ത്രങ്ങൾക്കും കുതന്ത്രങ്ങൾക്കുമൊക്കെ അതിലെ വിലപ്പെട്ട വിവരങ്ങൾ എത്രമാത്രം ഉപയോഗിക്കാൻ കഴിയും എന്നതൊക്കെ നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇപ്പോൾ കേരളത്തിലൊരു സവിശേഷ സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് എന്നത് നിസ്തർക്കമാണല്ലോ. അവിടെയാണ് രമേശ് ചെന്നിത്തലയ്ക്ക് മുമ്പ് ഒന്നുമില്ലാത്തൊരു പ്രാധാന്യം ഇപ്പോൾ കിട്ടുന്നത്. അത് ഈ VD സതീശൻ തീരുമാനിക്കപ്പെടുന്നതിൻ്റെ തലേന്നും തീരുമാനിക്കപ്പെട്ടതിൻ്റെ അന്നും സുകുമാരൻ നായർ നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ അങ്ങേക്ക് അറിയുന്നതാണ്. എന്തായാലും താക്കോൽ സ്ഥാനം എന്ന രൂപത്തിൽ അല്ല ഇത്തവണ വരുന്നത്. ഇത്തവണ ഈ പറയുന്ന
എങ്ങനെയാണോ സാമുദായികമായ സന്തുലനം വേണ്ടത്, ഒരു ഭാഗത്തേക്ക് ത്രാസ് താഴ്ന്നു നിൽക്കുന്നു എന്ന ഒരു ആശങ്ക ദേശീയ നേതൃത്വത്തിനടക്കമുണ്ട്. അത് പരിഹരിക്കണമെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ മന്ത്രിസഭാ പ്രവേശനം അനിവാര്യമാണ്. മാത്രമല്ല ഒരു കാര്യം കൂടി, എനിക്ക് കാരശ്ശേരി മാഷിലേക്ക് കൂടെ പോകണം, വേഗം പൂർത്തിയാക്കണം ആനന്ദ്. ഒരു കാര്യം കൂടി, അങ്ങ് പറഞ്ഞ് ചൂണ്ടിക്കാട്ടിയ സന്ദർഭങ്ങൾക്കെല്ലാം അതിന്റെ പ്രസക്തി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. പക്ഷേ പുതിയ ഒരു സാഹചര്യം കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അത് കർണാടകയാണ്. കർണാടകയിൽ ആഭ്യന്തരമന്ത്രി DK ആണ്. എന്തായാലും ശക്തമായ വൈരം നിലനിൽക്കുന്നു എന്ന് കരുതുന്ന രണ്ട് നേതാക്കളാണല്ലോ സിദ്ധരാമയ്യയും DKയും. ആഭ്യന്തരം DKയുടെ കയ്യിലാണ്, ധനമാണ് സിദ്ധരാമയ്യയുടെ കയ്യിലുള്ളത്. മനസ്സിലാക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് എങ്കിൽ VD സതീശൻ മുഖ്യമന്ത്രിയായി ധനവകുപ്പും കൂടെ ഏറ്റെടുത്തുകൊണ്ടായിരിക്കും ഇരിക്കുക, രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയിരിക്കുമെന്നുമാണ്. അല്ല, എനിക്ക് തോന്നുന്നത് കർണാടകത്തിൽ G. പരമേശ്വരയാണ് ആഭ്യന്തരമന്ത്രി എന്നാണ് എൻ്റെ ധാരണ. അങ്ങനെയെങ്കിൽ ഞാൻ തിരുത്തുന്നു. എന്തായാലും ഈ കേരളത്തിലെ കാര്യത്തേക്ക് വന്നാൽ സതീശന് ആഭ്യന്തര വകുപ്പ് അപ്പോഴും വിട്ടുകൊടുക്കാൻ താല്പര്യമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഏറ്റവും കൂടെ വിശ്വസ്തനായിട്ട് നടക്കുന്ന 1-2 പേരോട് ഞാൻ സംസാരിച്ച അതിൽ നിന്ന് എനിക്ക് വ്യക്തമായതാണ്, ആഭ്യന്തരം കൊടുക്കാൻ സതീശന് താല്പര്യമില്ല. പക്ഷേ ഒരു നിവൃത്തിയും ഇല്ലെങ്കിൽ കൊടുക്കും എന്ന രീതിയിലാണ് എനിക്ക് മനസ്സിലായത്. അതായത് ധനകാര്യം തന്നെ കൊടുക്കാൻ, അല്ലെങ്കിൽ ധനകാര്യം അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനവും ധനകാര്യവും ഒരുമിച്ച് വഹിക്കുക എന്നുള്ളൊരു കോംപ്രമൈസ് ഫോർമുല ശരിയാണ്, അത് നടക്കാവുന്ന ഒരു കാര്യമാണ്. CP ജോണിനെ പോലെയോ മറ്റൊരു ഘടകകക്ഷി നേതാവും ധനകാര്യം കൈകാര്യം ചെയ്യാൻ പറ്റിയ നേതാവാണ്. പക്ഷേ ഈ പറയുന്ന ഈ ഹിന്ദു ഫേസ് എന്നതിനേക്കാൾ ഉപരി ആഭ്യന്തര വകുപ്പിന്റെ ഒരു പ്രാധാന്യം സതീശൻ എന്ന ഇന്റലിജന്റ് ആയിട്ടുള്ള സ്മാർട്ട് ആയിട്ടുള്ള മുഖ്യമന്ത്രിക്ക് കൃത്യമായി മനസ്സിലാക്കാവുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം അത് എളുപ്പത്തിൽ വിട്ടുകൊടുക്കും. അല്ലെങ്കിൽ KPCC പ്രസിഡന്റ് സ്ഥാനവും ആഭ്യന്തരവും ഒന്നിച്ച് വിട്ടുകൊടുക്കും. പക്ഷേ ഇതിനകത്തൊക്കെ ഹൈക്കമാൻഡ് കൃത്യമായ ഇടപെടലുകളുണ്ട്. ഞാൻ അങ്ങയിലേക്ക് വരാം. കാരശ്ശേരി മാഷ്, ഇപ്പൊ ഇന്ന് മുതൽ മന്ത്രിസഭാ രൂപീകരണത്തിന്റെ ചർച്ച VD സതീശൻ തുടങ്ങുകയാണ്. അദ്ദേഹത്തിന്റെ ശരീരഭാഷ മാറുന്നു, അദ്ദേഹത്തിന്റെ സംഭാഷണം കുറെ കൂടി മൃദുവാകുന്നു. VD സതീശൻ ഇപ്പോൾ രമേശ് ചെന്നിത്തലയെ കണ്ടത് നിരുപാധിക മന്ത്രിസഭയിലേക്ക് എത്തണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ വെർബാറ്റം തന്നെ നമ്മുടെ മുന്നിലുണ്ട്. അത്രയും ആധികാരികമായി തന്നെയാണ് മാധ്യമങ്ങൾക്കത് പറയാൻ കഴിയുക. അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ VD സതീശൻ പറഞ്ഞത് അങ്ങേക്ക് തീരുമാനിക്കാം മന്ത്രിസഭയിലേക്ക് വരുന്നതിൽ ഏത് വിധത്തിലാകണം എന്ന്. അപ്പോൾ അത്രയും കടുംപിടുത്തങ്ങളില്ലാത്ത ഒരു സമീപനമാണ് ഇത്. പെട്ടെന്നൊരു ശൈലി മാറ്റത്തിലേക്ക് VD സതീശൻ പോകുന്നത് കൊണ്ടാണെന്ന് കരുതിക്കൂടാ. ഹൈക്കമാൻഡ് കൃത്യമായ നിർദ്ദേശമുണ്ട്. 2 കാര്യങ്ങൾ ഹൈക്കമാൻഡ് സതീശന് നിർദ്ദേശമായി നൽകിയിട്ടുണ്ട്. ഒന്ന്, ഇതിൽ ഒരു കമ്മ്യൂണൽ ബാലൻസ് വേണ്ടതുണ്ട്. മറ്റൊരു തരത്തിലുള്ള നറേറ്റീവ് ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു, അത് പരിഹരിക്കേണ്ടതുണ്ട്. അതിന് മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ കൃത്യമായി സാമുദായിക സന്തുലനം ഉറപ്പാക്കണം, പ്രാദേശിക സന്തുലനം ഉറപ്പാക്കണം. ഇതൊരു നിർദ്ദേശമാണ്. കാരണം അത്രയും അകമഴിഞ്ഞ പിന്തുണയാണല്ലോ ഹൈക്കമാൻഡ് കഴിഞ്ഞ ദിവസം നൽകിയത്. അതിന് പകരമായി പ്രശ്നപരിഹാരങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് എന്ന് ഹൈക്കമാൻഡിന്റെ മറുവശം കാണുന്നുണ്ട്. അതിനായാണ് പറയുന്നത് സാമുദായിക പ്രാദേശിക സന്തുലനം മന്ത്രിസഭാ രൂപീകരണം നടത്തുമ്പോൾ സതീശൻ ഉറപ്പാക്കണം. 1. 2, പാർലമെന്ററി പാർട്ടിയിൽ ഭൂരിപക്ഷം താങ്കൾക്കായിരുന്നില്ല. ആ വിഭാഗത്തെ അവഗണിച്ചുകൊണ്ട് തന്നെയാണ് താങ്കളെ മുഖ്യമന്ത്രിയായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ആ ഭാഗത്തെ മുറിവുകൾ ഉണക്കണം. ഇന്നിപ്പോൾ കണ്ടല്ലോ KC വേണുഗോപാൽ വന്നിറങ്ങിയിരിക്കുന്നത്. KC പക്ഷമില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് തന്ത്രപരമായൊരു സമീപനമാണ്. പക്ഷേ ഇന്ന് KC വേണുഗോപാൽ വന്നിരിക്കുന്നത് ഹൈക്കമാൻഡിന്റെ ഈ നിർദ്ദേശം നടപ്പാക്കുവാനുള്ള മാൻഡേറ്റുമായി തന്നെയാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഏത് രൂപത്തിലാണ് ഈ പറയുന്ന തിളക്കമാർന്ന ഒരു സാന്നിധ്യമായി സതീശൻ ശോഭിക്കുമ്പോൾ ആ ശോഭ കെടാതെ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയുക? വേണു, VD സതീശൻ്റെ രാഷ്ട്രീയ ശൈലിയിൽ കോൺഗ്രസിൻ്റെ പാരമ്പര്യത്തിലുള്ള ഗ്രൂപ്പ് വഴക്കുകളെ അംഗീകരിക്കാത്ത ഒരംശമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അദ്ദേഹം ഇതിനുമുമ്പ് ഒരിക്കലും മന്ത്രിയായില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് എന്താണെന്ന് വെച്ചാൽ, മന്ത്രിയായില്ല എന്നാണ് ഏറ്റവും വലിയ തെളിവ്. എന്തിന്? അദ്ദേഹത്തിന് ഗ്രൂപ്പില്ല എന്നുള്ളത്. അപ്പോൾ ഗ്രൂപ്പ് ഇല്ലാതെയാക്കുക എന്നതാണ് പാർട്ടിക്കകത്തെ അദ്ദേഹത്തിൻ്റെ ദൗത്യം. അത് അദ്ദേഹം MLA ആവുമ്പോഴും ഒപ്പോസിഷൻ ലീഡർ ആവുമ്പോഴും മുഖ്യമന്ത്രി ആവുമ്പോഴും ഒക്കെ അത് തന്നെയാവും ദൗത്യം. കാരണം ഈ പാർട്ടിക്കകത്തെ ഇപ്പോൾ ഒരു ഉദാഹരണം ഇപ്പോൾ എല്ലാവർക്കും ഓർമ്മയുള്ള കാര്യമാണ്, കരുണാകരൻ ആന്റണി വഴക്കുകൊണ്ടാണല്ലോ വാസ്തവത്തിൽ കേരളത്തിൽ കോൺഗ്രസ് ദുർബലമായി പോയത്. എപ്പോഴും അതിനകത്ത് ഭരണം കിട്ടിയാൽ ആരാണ് മുഖ്യമന്ത്രി, അപ്പുറത്ത് ആരാണ് KPC പ്രസിഡന്റ്, ആരാണ് ആഭ്യന്തരമന്ത്രി, ഇത് എപ്പോഴും 1960 അധികാരത്തിൽ വരുന്നു കോൺഗ്രസ്. അപ്പം തന്നെ R. ശങ്കർ ഉണ്ടായിരുന്ന പ്രശ്നം മുഖ്യമന്ത്രി സ്ഥാനമായിരുന്നു.
അതൊക്കെ പോട്ടെ. അപ്പോൾ അത് അവരുടെ പാരമ്പര്യത്തിലുള്ളതാണ്. അപ്പോൾ അതിനെ എങ്ങനെയാണ് നിർവീര്യമാക്കുക എന്നതാണ് സതീശന് മുമ്പിലുള്ള വെല്ലുവിളി. ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ടാവാം അദ്ദേഹം നിരുപാധികമായി താങ്കൾക്ക് മന്ത്രിസഭയിൽ ചേരാം എന്ന് പറയുന്നത്. പിന്നെ സീനിയോറിറ്റിയുടെ കാര്യമൊന്നും രമേശ് ചെന്നിത്തലയോ അദ്ദേഹത്തിൻ്റെ ആളുകളോ പറയാൻ പാടില്ല എന്നാണ് എൻ്റെ വിചാരം. കാരണം രമേശ് 28ാമത്തെ വയസ്സിൽ മന്ത്രിയായ ആളാണ്. അന്ന് എത്രയോ അദ്ദേഹത്തെക്കാൾ മുതിർന്ന നേതാക്കന്മാരെ മറികടന്നിട്ടാണ് ശ്രീ കെ കരുണാകരൻ അദ്ദേഹത്തെ മന്ത്രിയാക്കിയത്. പിന്നെ AICC പ്രസിഡന്റ്, കേരള മുഖ്യമന്ത്രി, ഈ 2 സ്ഥാനങ്ങൾ ഒഴിച്ച് എല്ലാ സ്ഥാനങ്ങളും MP ആയിട്ടാണെങ്കിൽ അങ്ങനെ, MLA ആയിട്ടാണെങ്കിൽ അങ്ങനെ, മന്ത്രിയായിട്ടാണെങ്കിൽ അങ്ങനെ, KPC പ്രസിഡന്റ് ആയിട്ടാണെങ്കിൽ അങ്ങനെ, എല്ലാ നിലയ്ക്കും പാർട്ടിയിൽ നിന്ന് എല്ലാ സൗഭാഗ്യങ്ങളും സുവർണാവസരങ്ങളും കിട്ടിയ ഒരാളാണ് ശ്രീ രമേശ് ചെന്നിത്തല. അപ്പോൾ അദ്ദേഹം മന്ത്രിസഭയിൽ വേണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു നല്ല വാക്കാണ്, മുറിവുണക്കുന്ന വാക്കാണ്. പിന്നെ ആഭ്യന്തര വകുപ്പ് അദ്ദേഹത്തിന് കൊടുക്കുമല്ലേ എന്ന് ഇപ്പോൾ ഒരു ഗണിക്കാൻ എനിക്ക് സാധിക്കില്ല. പക്ഷെ അങ്ങനെ ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തല കൈകാര്യം ചെയ്യുമ്പോൾ പോലും മാഷിന്റെ പ്രതികരണത്തിൽ അറിയേണ്ടത് സാമുദായിക സന്തുലനത്തിന്റെ ഭാഗമായി രമേശ് ചെന്നിത്തല അത്യാവശ്യമാണ് എന്ന് പറയുന്ന ആഖ്യാനത്തെ അങ്ങ് എങ്ങനെ കാണുന്നു? 1. 2, ആഭ്യന്തര വകുപ്പ് സതീശന് കൊടുക്കുകയാണെങ്കിൽ ലീഗിന്റെ ആഭ്യന്തര വകുപ്പായത് മാറും, ലീഗ് ആഭ്യന്തര ഭരണം നടത്തുന്നതായി മാറും എന്നതും ആശങ്കപ്പെടുന്നുണ്ട് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം അടക്കം. അപ്പൊ അതുകൊണ്ടാണ് ആ രൂപത്തിലാണ് രമേശ് ചെന്നിത്തലയുടെ ഇന്നത്തെ വരവ്. അത് 2011 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന കാലത്ത് 2013 മറ്റോ ഇതേ വകുപ്പുമായി അദ്ദേഹം കയറി വരുന്ന രൂപത്തിലല്ല ഇപ്പോഴത്തെ ആ വരവ്. അതിന്റെ പ്രാധാന്യത്തെ അങ്ങ് എങ്ങനെ കാണുന്നു? അല്ല, അത്തരം സാമുദായിക സന്തുലനം എന്ന് പറയുന്നതൊക്കെ നമ്മുടെ എല്ലാ ഗവൺമെൻറ്റുകളും നടപ്പാക്കുന്ന ഒന്നാണ്. അതുകൊണ്ടൊക്കെ ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നമില്ലാതെ കാക്കാനുള്ള തൻ്റെ ഇടം മുഖ്യമന്ത്രിക്കുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ എത്ര നായന്മാർ, എത്ര ഏഴോന്മാർ തുടങ്ങിയുള്ള മനുഷ്യന് കേൾക്കാൻ വളരെ അസുഖം തോന്നുന്ന കണക്കുകളാണ് വരുന്നത്. അപ്പം അതൊക്കെ തീർച്ചയായിട്ടും സതീശൻ എങ്ങനെയാണ് കഴിഞ്ഞ 5 കൊല്ലം പാർട്ടിക്കകത്ത് ഇത്തരം കാര്യങ്ങൾ തലപൊക്കാതെ നോക്കിയത്, കാരശ്ശേരി മാഷെ, ഇലക്ഷന്റെ കാലത്ത് എങ്ങനെയാണ് എല്ലാ സാമൂഹ്യ വിഭാഗങ്ങളുടെയും പ്ലാറ്റ്ഫോമാക്കി മാറ്റിയത് VD സതീശനാണ്. അതിനുശേഷം ഇപ്പൊ നമുക്ക് സമുദായങ്ങളുടെ കണക്ക് പറയേണ്ടി വരുന്നത് അസുഖകരമായി തോന്നിക്കൂടാ. കാരണം ഇത്തരം വിഭാഗങ്ങളെ എല്ലാം ഒന്നിപ്പിക്കുന്ന ഒരു എന്താ പറയേണ്ടത് രാഷ്ട്രീയമായിട്ടുള്ള മുന്നണി എന്നല്ല അദ്ദേഹം അതിനെ വിശേഷിപ്പിച്ചത്. അതൊരു വലിയ പ്ലാറ്റ്ഫോം എന്നാണ് പറഞ്ഞത്. അതിന്റെ ഭവിഷ്യത്താണിതല്ല. അല്ല, അത് ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ വേണു പറഞ്ഞ മാതിരിയാണെങ്കിൽ ഒരു ഒറ്റ ചോദ്യം ഞാൻ ചോദിക്കാം. ഇങ്ങനെ സാമുദായികമായ കാര്യങ്ങളാണെങ്കിൽ മലപ്പുറം ജില്ലയിലെ തവനൂരിൽ VS ജോയി എങ്ങനെ ജയിക്കുന്നു, എറണാകുളത്ത് എങ്ങനെയാണ് മുഹമ്മദ് ഷിയാസ് ജയിക്കുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങൾക്ക് കൂടി നമ്മൾ മറുപടി കൊണ്ടു വരും. ജാതിയും മതവും നോക്കിയാണ് ഇവിടെ എല്ലാവരും വോട്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു ആഖ്യാനം വാസ്തവത്തിൽ നിഷ്ഫലമാണ്. അങ്ങനെ അല്ലാതെയും കേരളീയർ വോട്ട് ചെയ്യും, അവർ രാഷ്ട്രീയമായി ചിന്തിക്കും, രാഷ്ട്രീയമായി വോട്ട് ചെയ്യും എന്ന് കാണിച്ച ഒരു ഇലക്ഷനാണല്ലോ. അപ്പോഴും ഒരു ചോദ്യം ബാക്കി നിൽക്കും. ചില യാഥാർത്ഥ്യങ്ങൾ നമുക്ക് ചൂണ്ടിക്കാട്ടിയല്ലേ പറ്റൂ. കാരശ്ശേരി മാഷ്, തവനൂരിൽ 2% താഴെ മാത്രം ക്രിസ്ത്യാനികളുള്ള മണ്ഡലത്തിൽ VS ജോയിയെ സ്വന്തം സ്ഥാനാർത്ഥി എന്ന നിലയിൽ കണ്ട് ലീഗ് ഗംഭീരമായി വിജയിപ്പിച്ചെടുത്തു. അങ്ങ് കരുതുന്നുണ്ടോ പാലായിൽ ഒരു മുസ്ലിം നാമധാരിയായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി വിജയിപ്പിക്കാൻ കഴിയുമെന്ന്? കഴിയാം ഞാൻ അങ്ങനെ വിചാരിക്കുന്നുണ്ട്. കാരണം തിരൂരങ്ങാടിയിൽ AK ആന്റണി മത്സരിച്ചോ ഇത് പറഞ്ഞതാണ്. അപ്പം കേരളത്തിന്റെ രാഷ്ട്രീയ പ്രബുദ്ധതയെ നമ്മൾ ഈ സമയത്തെങ്കിലും നമ്മൾ നിന്ദിക്കരുത്. തിരൂരങ്ങാടി ജാതിയും മതവും ചോദ്യം മറിച്ചാണ്. ലീഗിന് ഇത്രയും വലിയ മേധാവിത്വം ഇല്ലാത്ത ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മുസ്ലിം ന്യൂനപക്ഷ പേരിലുള്ള ഒരു സ്ഥാനാർത്ഥിയെ പാല വിജയിപ്പിക്കുമെന്ന് മാഷ് കരുതുന്നുണ്ടോ? പാല, പൂഞ്ഞാറ് അവിടെയൊക്കെ ഒരു മുസ്ലിം നാമധാരിയായ സ്ഥാനാർത്ഥിയെ നിർത്താൻ തന്നെ ധൈര്യപ്പെടുമോ? ധൈര്യപ്പെട്ടാൽ തന്നെ വിജയിക്കുമോ? ഈ 2026 തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ഇത്തരം ചോദ്യങ്ങൾ മിക്കവാറും നിരർത്ഥകമാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ രാഷ്ട്രീയ പ്രബുദ്ധതയാണ് കേരളീയർ ഈ സമയത്ത് ആവിഷ്കരിച്ചത്. അതുകൊണ്ടാണ് പിന്നെ പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണനും തളിപ്പറമ്പിൽ TK ഗോവിന്ദനും അമ്പലപ്പുഴയിൽ G സുധാകരനും ഒക്കെ ജയിക്കുന്നത്. അവരുടെ രാഷ്ട്രീയ പ്രബുദ്ധത,
അപ്പോൾ നമ്മൾ മുഹമ്മദ് ഷിയാസിൻ്റെ ജയമോ VS ജോയിയുടെ ജയമോ ഒക്കെ നമ്മൾ രാഷ്ട്രീയമായിട്ട് കാണണം. അവിടെ ഇപ്പോഴും ഇവിടെ ഇങ്ങനെ നായർക്ക് ഭൂരിപക്ഷം ഉള്ളിടത്ത് നായർ മാത്രമേ ജയിക്കുകയുള്ളൂ, ഈഴവന് ഭൂരിപക്ഷം ഉള്ളിടത്ത് ഈഴവൻ മാത്രമേ ജയിക്കുകയുള്ളൂ എന്നുള്ള പഴയ പാട്ട് നമ്മൾ ഇനിയെങ്കിലും ചുരുങ്ങിയത് ഇപ്പോഴെങ്കിലും സതീശൻ അധികാരത്തിലേറാൻ പോകുന്ന സമയത്തെങ്കിലും പാടാതിരിക്കണം എന്നാണ് എൻ്റെ അപേക്ഷ. മാഷ് പറഞ്ഞത് വളരെ ശരിയായ നിരീക്ഷണമാണ്. പ്രത്യേകിച്ച് 2026 ജനവിധി അങ്ങനെ പല തിരുത്തലുകൾക്കും കളമൊരുക്കിയിരിക്കുന്ന ഒന്ന് തന്നെയാണ്. ആ രാഷ്ട്രീയ സന്ദേശം നാം കാണാതെ ഇരുന്നുകൂടാ. പക്ഷെ അപ്പോഴും മാറേണ്ട ചില മണ്ഡലങ്ങൾ, മാറേണ്ട ചില മേഖലകൾ കേരളത്തിലുണ്ട് എന്നതും സമാന്തരമായി നാം അഭിമുഖീകരിക്കുന്ന മറ്റൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ്. ശ്രീ വസന്ത തെങ്ങുംപള്ളി, ഇവിടെ ശ്രീത്ത് ആദ്യം പറഞ്ഞ 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നടന്നത് അഭിപ്രായ പ്രകടനമല്ല, ശക്തി പ്രകടനമാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. 2, മാധ്യമങ്ങളെ പഴിക്കുന്നു, അത് മുൻ സർക്കാരിൻ്റെ ഒരു രീതിയായിരുന്നു, അതേ സമീപനത്തിൻ്റെ പ്രേതബാധ നിങ്ങളെ ഇപ്പോൾ തന്നെ ആവേശിച്ച് കഴിഞ്ഞു എന്ന്. 3ാമതായി, ഈ നുണേശൻ എന്നുള്ള അടക്കമുള്ള ആരോപണങ്ങൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇടതുപക്ഷം നിർത്തി. പിന്നെ പരസ്പരം ചെളിവാരി എറിയാൻ നേതാക്കന്മാർ ലോബിയിങ് നടത്തിയതിൻ്റെ കഥയാണ് ശ്രീത്ത് പണിക്കര് പറഞ്ഞത്. ഇതിന് 3-നുമുള്ള മറുപടി. ഒന്ന്, മാധ്യമങ്ങളെ പഴിച്ച് തടിതപ്പി പോകാനല്ല ഞാൻ ശ്രമിച്ചത്. മാധ്യമങ്ങൾക്കും പങ്കുണ്ട് എന്നും മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ പുലർത്തിപ്പോന്ന നിസ്സംഗതയും എങ്ങനെയെങ്കിലും കുറെ കുക്കിടപ്പ് വാർത്തകൾ ഉണ്ടാക്കി കളഞ്ഞേക്കാമെന്ന ഭാവേന ഇറങ്ങി പുറപ്പെട്ടവരെയുമാണ് സൂചിപ്പിച്ചത്. അത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ഞാൻ പറഞ്ഞതിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ എന്ന് മാധ്യമങ്ങൾ തീരുമാനിക്കട്ടെ. അപ്പൊ അത് നിങ്ങൾക്ക് ഞാൻ വിട്ടു നൽകുകയാണ്. 2, പരസ്പരം ചെളിവാരി എറിഞ്ഞത് ആയുമായി ബന്ധപ്പെട്ട് കൃത്യമായി ഫസ്റ്റ് ടേക്കിൽ തന്നെ ഞാൻ പറഞ്ഞു, അഭിപ്രായ പ്രകടനങ്ങൾ അതിരുവിട്ടതും തെരുവിലേക്ക് വന്നതും ശരിയല്ല എന്നത് തന്നെയാണ് കോൺഗ്രസിന്റെ നിലപാട്. അത് തന്നെയാണ് പാർട്ടിയുടെ നിലപാട്. അത് തന്നെയാണ് വ്യക്തിപരമായി എന്റെ അഭിപ്രായവും. വ്യക്തിപരമായി നമ്മൾ ചെളിവാരി എറിയുക, ലോബിയിങ് നടത്തുക, പരസ്പരം ഏതെങ്കിലും ഒരു നേതാവിനെ ചീത്ത പറയുക എന്ന് പറയുന്നത് കോൺഗ്രസ് സംസ്കാരമല്ല. അത് ആരെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസിന് ചേർന്നതല്ല എന്ന് എല്ലാ കാലത്തും നമ്മൾ പറയാറുണ്ട്. ഇപ്പോഴും അത് ആവർത്തിക്കുക തന്നെയാണ് ചെയ്യുന്നത്. എല്ലാ നേതാക്കൾക്കും അല്ലെങ്കിൽ ആ നേതാക്കളെ താല്പര്യപ്പെടുന്നു പറച്ചിലുള്ള ഒരു കാര്യവുമില്ല വസന്ത്. ഇപ്പൊ ഈ ആൾക്കൂട്ട കൊലപാതകം നടക്കുമ്പോൾ മോദി പറയുന്നത് കേട്ടിട്ടില്ലേ? ആൾക്കൂട്ട കൊലപാതകം നടക്കുമ്പോൾ മോദി പറയുന്നത് കേട്ടിട്ടില്ലേ? അങ്ങനെ ചെയ്യുന്നത് സംഘപരിവാറുമായി ബന്ധപ്പെട്ടവരല്ല. ഇനി നിങ്ങൾ വേണമെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ എന്നെ വന്ന് ആക്രമിച്ച് ഇല്ലാതാക്കിക്കൊള്ളൂ, ഇത്തരം പ്രവർത്തികളിലേക്ക് പോകരുത്. അത്തരം ഇരവാദമൊന്നും കൊണ്ടൊരു കാര്യവുമില്ല. അതല്ലാതെ ഇനി ഇങ്ങനെയല്ല ഇതൊന്നും പോകേണ്ടത്, അതിനെ ഞങ്ങൾ തള്ളിപ്പറയുന്നു എന്ന് പറയുന്നത് കൊണ്ട് നടന്ന കാര്യങ്ങളൊന്നും നടന്നതല്ലാതാകുന്നുമില്ല. അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നിലവിലെ അതിനെ തള്ളിപ്പറയുക എന്നുള്ളത് മാത്രമാണ് എന്റെ മുമ്പിലും പാർട്ടിയുടെ മുമ്പിലും സാധ്യമായ വഴി ആണല്ലോ. ഇനി അത് മുമ്പോട്ടുണ്ടാകരുത് എന്നുള്ളതാണ് നിലപാട്. അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും വേണം. അതിൽ എതിരഭിപ്രായമൊന്നുമില്ല. വളരെ കൃത്യമായി പറയുന്നു, പാർട്ടിക്കുള്ളിൽ നേതാക്കളെ താല്പര്യപ്പെടുന്നവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ, അവർക്ക് വേണ്ടി സംസാരിക്കാൻ, അവരുടെ ക്ലെയിം മുമ്പോട്ട് വെക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട്. അതേ സമയം തന്നെ എതിർഭാഗത്ത് നിൽക്കുന്ന നേതാവിനെ ചെളിവാരി എറിയാനോ അയാളെ ഇകഴ്ത്തി കാണിക്കാനോ ഉള്ള യാതൊരു അവകാശവും അത് നിയമപരമായി ഇല്ല, പാർട്ടിയുടെ ഒരു ഭരണഘടനാപരവുമായി ഇല്ല. അത് ചെയ്യുന്നവർ കോൺഗ്രസ് അല്ല എന്നുള്ളതാണ്. ശരി, അതവിടെ വിടാം. ഇവിടെ വസന്ത, ഇന്നിപ്പോ ഏറ്റവും വലിയ വിലപേശൽ നടന്നുകൊണ്ടിരിക്കുന്നത് ചെന്നിത്തല ക്യാമ്പിൽ നിന്നാണ്. നിങ്ങൾക്കിടയിൽ 3 പേരുണ്ടായിരുന്നു, അവരുടെ തലപ്പൊക്ക മത്സരം നിങ്ങൾക്കിടയിൽ നടന്നു. അതിൻ്റെയൊക്കെ ചെലവ് പൊതുസമൂഹം വഹിക്കണമെന്ന് പറയുന്നത് ഈ ജനകീയ വിധിയോടുള്ള അങ്ങേയറ്റത്തെ വെല്ലുവിളിയാണ്. രമേശ് ചെന്നിത്തല ക്യാമ്പ് കൃത്യമായി തന്നെ ആധികാരികമായി നിരാകരിക്കാതെ പറയുകയാണ് അദ്ദേഹത്തിന് ഈ പറയുന്ന ആഭ്യന്തരമന്ത്രി സ്ഥാനം ഉൾപ്പെടെ ഉപാധികളില്ലാതെ കയറാനുള്ള സാഹചര്യം ഒരുക്കിയിട്ടുണ്ട് VD സതീശൻ തന്നെയെന്ന്. പിന്നെ അദ്ദേഹം കൂടുതൽ മന്ത്രിമാരെ വേണമെന്ന ഉപാധി വെച്ചിരിക്കുന്നു. അടുത്ത KPCC അധ്യക്ഷൻ ആരായിരിക്കണമെന്ന ഉപാധി വെച്ചിരിക്കുന്നു. വാഴയ്ക്കടക്കം തള്ളിക്കളഞ്ഞിട്ടില്ല. ഇത്തരം വിലപേശലുകൾ എന്ത് രാഷ്ട്രീയമാണ്? അല്ല, ഞാൻ ചോദിക്കുന്നത് അതിലെവിടെയാണ് പൊതുസമൂഹത്തിന് എക്സ്ട്രാ നഷ്ടം ഉണ്ടാവുന്നത്? ഏതായാലും ഒരു ആഭ്യന്തരമന്ത്രി ഉണ്ടാവുമല്ലോ. ഏതായാലും ഒരു ധനകാര്യ വകുപ്പ് മന്ത്രി ഉണ്ടാവണ്ടേ? എക്സ്ട്രാ മന്ത്രിസ്ഥാനങ്ങൾ വരുന്ന വരവാണ് പറയുന്നത്. അല്ലെന്നേ, VS അച്യുതാനന്ദനെ ആഭ്യന്തരമന്ത്രി പദം ഒഴിച്ച് ബാക്കി ആഭ്യന്തര വകുപ്പ് ഒഴിച്ച് ബാക്കി എന്താ പറയേണ്ടത്? നാമമാത്ര വകുപ്പുകൾ നൽകുന്നതിന്റെ പിന്നിൽ ഒരു ദുരുദ്ദേശമുണ്ടല്ലോ, സതുദ്ദേശമല്ല. അപ്പോഴും പൊതുസമൂഹത്തിന് നഷ്ടമൊന്നും ഉണ്ടായില്ല എന്ന് വേണമെങ്കിൽ സാങ്കേതികമായി പറയാം. പൊതു താല്പര്യം ഹനിക്കപ്പെടുമ്പോൾ അതിന്റെ ഒന്നാമത്തെയും അവസാനത്തെയും വിക്ടിം എന്ന് പറയുന്നത് പൊതുസമൂഹമാണ്. അത് തന്നെയാണ് അതിനുണ്ടാകുന്ന ഛേദം.
ഒരു പ്രശ്നമില്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന് ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രി ഉണ്ടാവും, ധനകാര്യ വകുപ്പിന് മന്ത്രി ഉണ്ടാവും. ഈ ഗവൺമെന്റിൽ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു, അതിൽ സമവായത്തിലൂടെ മന്ത്രിമാരുണ്ടാവും. നിയമം അനുശാസിക്കുന്നതിനപ്പുറത്ത് പൊതുഖജനാവിൽ 1 രൂപ പോലും നഷ്ടമുണ്ടാകുന്ന ഒരു തീരുമാനവും ഈ സർക്കാർ എടുക്കില്ല. ഇനി അതിൽ രമേശ് ചെന്നിത്തല വളരെ അണാപ്പയുടെ കണക്കല്ല ഇവിടെ പറയുന്നത് വസന്ത്, അണാപ്പയുടെ കണക്കല്ല ഇവിടെ പറയുന്നത്, രാഷ്ട്രീയ ധാർമ്മികതയുടെ കാര്യമാണ്. ഒരാളെ ഉൾപ്പെടുത്തുവാൻ വേണ്ടി അയാൾ പല ഘട്ടങ്ങളിൽ പല ഉപാധികൾ വെക്കുന്നു എന്ന് പറയുന്നത് വടംവലിയൊക്കെ KPCCക്ക് അകത്ത് നടക്കട്ടെ, വടംവലിയൊക്കെ KPCCക്ക് അകത്ത് നടക്കട്ടെ. മന്ത്രിസഭാ രൂപീകരണത്തിൽ വടംവലികൾ ഉണ്ടായാൽ അതിലൊരു പൊതു താല്പര്യമുണ്ട്. എന്റെ വേണു, ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. കോൺഗ്രസിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് മന്ത്രിമാരെ തീരുമാനിക്കാൻ അറിയാം. അപ്പൊ രമേശ് ചെന്നിത്തല പരിണിത പ്രജ്ഞനായ നേതാവാണ്. അദ്ദേഹത്തിന്റെ ക്ലെയിം മുമ്പോട്ട് വെക്കാം. അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്ക് അത് പറയാം, അതിൽ തെറ്റൊന്നുമില്ല. അത് പാർട്ടി പരിഗണിക്കുന്നേ. അത് പരിഗണിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് ഇത്ര വേവലാതി, അല്ലെങ്കിൽ മറ്റ് ഗ്രൂപ്പുകൾക്ക് എന്താണ് ഇത്ര വേവലാതി? ഇതിലിപ്പോ പ്രശ്നം നിങ്ങൾ ആത്യന്തികമായി ചർച്ച ചെയ്യേണ്ടത് എന്തുകൊണ്ട് CPM തോറ്റു എന്ന് CPM ഇതുവരെ പറഞ്ഞോ? ആ തോൽവിയെ നയിച്ച നേതാവ് തന്നെ സംസ്ഥാന സമിതി യോഗത്തിൽ എതിർപ്പുണ്ടായിട്ട് പോലും പ്രതിപക്ഷ നേതൃസ്ഥാനം ഞാൻ തന്നെ ഏറ്റെടുക്കുകയാണ് എന്ന് പറഞ്ഞതിനെ പറ്റി നിങ്ങൾക്ക് ചർച്ചയുണ്ടോ? CPI പ്രതിപക്ഷ നേതൃസ്ഥാനം വേണം എന്ന് ആവശ്യപ്പെട്ടതിനെ പിണറായി വിജയന്റെ നേതൃത്വം അംഗീകരിക്കാൻ പറ്റില്ല എന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവ് കൗൺസിലിൽ അഭിപ്രായം ശക്തമായി ഉയർന്നു വന്നതിനെ പറ്റി നിങ്ങൾക്ക് ചർച്ചയുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് ഒരു കാര്യം വസന്തിനോട് പറയാം, ഇനിയുള്ള 5 വർഷം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പുതിയ സർക്കാരുമായി ബന്ധപ്പെട്ട ഓരോ ചുവടുവെപ്പുകളുമായിരിക്കും. പ്രതിപക്ഷത്തെ ഓഡിറ്റ് ചെയ്യാനുള്ള അങ്ങ് പറയുന്ന നിർദ്ദേശം വളരെ സ്വാഗതാർഹമാണ്. പക്ഷേ പ്രയോറിറ്റിയിൽ ഒന്നാമത് കിടക്കുന്നത് നിങ്ങൾ തന്നെയാണ്. അടുത്ത 5 വർഷം കേരളത്തിലെ പ്രതിപക്ഷം എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതല്ല സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാകാൻ പോകുന്നത്, നിങ്ങളുടെ ഓരോ പ്രവൃത്തിയുമായിരിക്കും. ശ്രീജിത്ത് പണിക്കര്, ഇവിടെ ഇപ്പോ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വന്നാൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വന്നാൽ നിങ്ങൾക്ക് എന്ത് നഷ്ടം? ഒരു സെക്കൻഡ് സാർ, നിങ്ങൾക്ക് എന്ത് നഷ്ടം എന്ന ചോദ്യം എങ്ങനെയാണ് ഈ ജനവിധിയുടെ പശ്ചാത്തലത്തിൽ നീതീകരിക്കാൻ കഴിയുന്ന മറുപടിയാകുന്നത്? അല്ല, അത് നീതീകരിക്കാൻ കഴിയുന്ന രീതിയിലത്തേക്കുള്ള ഒരു സംസാരമല്ല. ഞങ്ങളത് ഇപ്പോഴും പാർട്ടിയിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരെയും ഒരേപോലെ അനുനയിപ്പിച്ച് കൊണ്ടുപോവുക എന്നുള്ളതാണ് പാർട്ടിയുടെ താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ അധികാരം കിട്ടിയതിന് ശേഷം മറ്റുള്ള തീരുമാനങ്ങളെല്ലാം തന്നെ ഞങ്ങളാണ് നടത്താൻ പോകുന്നത്. അതിന് നിങ്ങൾക്ക് എന്താണ് അതിൽ താല്പര്യം, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് അതിൽ അഭിപ്രായം പറയുന്നത് എന്ന മട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ധാർഷ്ട്യമാണ്. ഒരു കാര്യം ശ്രീ വസന്ത് അടക്കമുള്ള കോൺഗ്രസ്സുകാർ ഓർക്കേണ്ടത്, ധാർഷ്ട്യവും അതേപോലെ തന്നെ ധൂർത്തുമാണ് കഴിഞ്ഞ സർക്കാരിനെ ജനപ്രിയമായിരുന്ന ഒരു സർക്കാരിനെ അങ്ങനെ മാറ്റിയതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അപ്പൊ അത് തുടക്കത്തിലെ തന്നെ അധികാരം ഏറ്റെടുക്കുന്നതിന് മുമ്പേ തന്നെ ആ രീതിയിലത്തേക്കുള്ള ഡയലോഗുകൾ അടിക്കാതിരിക്കുക എന്നുള്ളതാണ് നല്ലത്. 1. 2, ശ്രീ രമേശ് ചെന്നിത്തലയെ അക്കോമഡേറ്റ് ചെയ്യാൻ പരമാവധി കോൺഗ്രസ് ശ്രമിക്കും എന്നുള്ളത് നമുക്കറിയാം. അതിന് കേവലം ജാതി സമവാക്യങ്ങളോ ഒന്നുമാണെന്ന് ഞാൻ കരുതുന്നില്ല. മറിച്ച് അത് അദ്ദേഹത്തിനെ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ അത് പുറമേക്ക് കൊടുക്കുന്ന കുറേയധികം മെസ്സേജുകളുണ്ട്. അത് താങ്ങാനായിട്ട് AICCക്ക് താല്പര്യമില്ല. ഉദാഹരണത്തിന് അദ്ദേഹം നമുക്ക് ഒളിച്ചു കളിക്കാൻ കഴിയില്ല, അങ്ങനെ ചെയ്തു എന്നല്ല. ആ ക്യാമ്പുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അവരും നമ്മളോട് തന്നെ മനസ്സ് തുറക്കുകയാണ്. കാരണം ഇവിടെ ഇപ്പോൾ ഈ ലീഗിന്റെ ഒരു അപ്രമാദിത്വം എന്തായാലും സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു, അങ്ങനെ ഒരു പ്രതീതി ഉണ്ടായിരിക്കുന്നു. അതിനെ പ്രതിരോധിക്കേണ്ടതുണ്ട്. അത് സതീശനെ വെച്ച് സാധ്യമല്ല. അതിലൂടെ രമേശ് ചെന്നിത്തലയ്ക്ക് കഴിയും. കാരണം രമേശ് ചെന്നിത്തല ഒരു സെക്കുലർ മുഖമാണ്. അതല്ലാതെ നേരത്തെ പറഞ്ഞ താക്കോൽ സ്ഥാനം കിട്ടുന്നതിനോ അല്ലെങ്കിൽ NSSന്റെ സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടോ ഒന്നും വരുന്നതല്ല. ഒരു സെക്കുലർ മുഖമാണ് ഈ പറയുന്ന രമേശ് ചെന്നിത്തല എന്ന്. അത് നമുക്ക് കാണാതിരിക്കാൻ കഴിയുമോ? ഇല്ല. ശ്രീ VD സതീശനാണെങ്കിലും അതേപോലെ തന്നെ ഒരു സെക്യുലർ ഫേസ് തന്നെയാണ്. ശ്രീ K മുരളീധരനാണെങ്കിലും അങ്ങനെ തന്നെയുള്ള ഒരു കാര്യമുണ്ട്. ഞാനിതിൽ കാണുന്നത് കോൺഗ്രസിന്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇത് ക്രിയേറ്റ് ചെയ്യുന്ന ഒപ്റ്റിക്സ് ആണ്. സമൂഹത്തിലേക്ക് ഇത് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. അതായത് 3 പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഈ കസേരയ്ക്ക് വേണ്ടിയിട്ടുള്ള റേസിൽ തുല്യ താല്പര്യത്തോടു കൂടി നിൽക്കുകയും അതിൽ അവസാനം ഒരാളിനെ മാത്രമായിട്ട് അത് ഫേവർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് മറ്റു 2 ആൾക്കാരെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യുന്നു എന്നുള്ളത് പ്രധാനമാണ്. ഇപ്പോൾ ഒരു സിറ്റുവേഷൻ ആലോചിച്ച് നോക്കൂ. ഏത് വകുപ്പ് തന്നു കഴിഞ്ഞാലും അത് സ്വീകരിക്കാതെ ശ്രീ രമേശ് ചെന്നിത്തല മാറി നിൽക്കുകയാണ്. അതൊരു കേവലം MLA ആയിട്ട് മാത്രം അദ്ദേഹം നിൽക്കുകയാണ്. അത് കൊടുക്കുന്ന സന്ദേശം എന്താണ്? ഹൈക്കമാൻഡിന്റെ ഫോർമുലയിൽ അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല, അത് അദ്ദേഹത്തിന് സ്വീകാര്യമായിരുന്നില്ല എന്നാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പല കാര്യങ്ങളും വീണ്ടും പറയാം. അതായത് തലയെണ്ണി ആളെ നോക്കുന്ന സമയത്ത് അതായിരുന്നില്ല പ്രയോറിറ്റി, വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫേവറിറ്റിസം ഉണ്ടായിരുന്നു. ഈ പറഞ്ഞതുപോലെ
താങ്കൾ പറഞ്ഞിരിക്കുന്ന പോയിന്റ് അവിടെയാണ് പ്രസക്തമായി വരുന്നത്. ഇപ്പൊ ലീഗിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് ഒരാളിനെ ഒഴിവാക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒപ്റ്റിക്സിന്റെ ഭാഗമായിട്ട് ഇവരെല്ലാവരും ഈ തീരുമാനത്തിൽ തൃപ്തരാണ്. അതുകൊണ്ട് ശ്രീജിത്ത് പണിക്കർക്ക് അറിയാമല്ലോ, ഇതിൽ നടന്ന അന്തർനാടകങ്ങൾ ഇപ്പോൾ വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യല്ലേ. ഖാർഗെ ഏറ്റവും ഒടുവിൽ ഈ തീരുമാനം എടുക്കുന്നതിന് മുൻപ് സാദിഖ് അലി തങ്ങളോട് വിളിച്ചു ചോദിച്ചത്രേ, നിങ്ങളുടെ നിലപാടിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇല്ല എന്ന് കട്ടായം പറയുന്നു. പിന്നെ നിവൃത്തിയില്ലാതെ എങ്കിൽ ശരി VD സതീശന്റെ നിലയ്ക്ക് തീർപ്പ് എത്തുന്നുവെന്ന്. അപ്പൊ ഏറ്റവും വലിയ ഹൈക്കമാൻഡ് ആരായിരുന്നു ഈ തീരുമാനങ്ങളിലൊക്കെ? അല്ല, അവിടെയാണ് അതിന്റെ പ്രശ്നം. അതായത് മുസ്ലിം ലീഗ് ഈ വിഷയത്തിലെല്ലാം തന്നെ ഒരു സൂപ്പർ ഹൈക്കമാൻഡ് ആകുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഈ ചോദ്യം ഇന്ന് തുടങ്ങി ഇന്ന് തീരുന്നതല്ല എന്നാണ് ഞാൻ കരുതുന്നത്. അത് ഈ സർക്കാരിന്റെ ഫുൾ ടൈമിൽ 5 വർഷത്തേക്കും ഓരോ തീരുമാനം ഉണ്ടാകുന്ന സമയത്തും അതിനെ സൂക്ഷ്മമായി ആൾക്കാർ നിരീക്ഷിച്ചതിന് ശേഷം ഇതേ കാര്യം തന്നെ പറയും. അതിൽ ഒരു മതേതര സ്വഭാവത്തോടു കൂടിയിട്ട് തന്നെയാണ് എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് എന്നൊന്നും ഞാൻ കരുതുന്നില്ല. അല്പം മുമ്പ് കാരശ്ശേരി മാഷ് ഇവിടെ പറഞ്ഞതുപോലെ ചില മണ്ഡലങ്ങളിൽ, അതായത് മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലത്ത് എങ്ങനെയാണ് ജോയി ജയിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് ചില സ്ഥലങ്ങളിൽ ഒരു പ്രത്യേക ആധിപത്യമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എഞ്ചിനീയർ ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങൾ എന്നതിനപ്പുറത്തേക്ക് അത് കേരളത്തിലെ ഒരു പൊതു ട്രെൻഡല്ല. ഇപ്പൊ ഈ സ്വപ്നം ചിലർക്ക് ചില കാലം ഒത്തിടും എന്ന് പറയുന്നത് പോലെ എല്ലായിടത്തും അത് വരണമെന്നില്ല. ചില ആൾക്കാർ കാണുന്ന സ്വപ്നങ്ങൾ ഫലിക്കുമെന്ന് കരുതി എല്ലാ ആൾക്കാരും കാണുന്ന എല്ലാ സ്വപ്നങ്ങളും ഫലിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ ശ്രീ വേണു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അവിടെ പ്രസക്തമാണ്. മറ്റു ചില മണ്ഡലങ്ങളിൽ ഇതേപോലെ നടക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അതുകൊണ്ട് തന്നെ ലാർജർ പാറ്റേൺ എങ്ങനെയാണ്, ഈ പ്രധാനപ്പെട്ട എല്ലാ പാർട്ടികളും സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്ന സമയത്ത് അതാത് മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ പ്രബലമായിരിക്കുന്ന സമുദായം ഏതാണ് അതാണ് നോക്കുക. അപ്പൊ അങ്ങനെ ആകുമ്പോൾ എല്ലാ ആൾക്കാരെയും അക്കോമഡേറ്റ് ചെയ്യണം. അതിലേതെങ്കിലും ഒരു വിഭാഗം ഫ്ലെക്സ് ചെയ്തിട്ട് തങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഡിസിഷൻസിനെ ഓൾട്ടർ ചെയ്യുന്ന രീതിയിൽ സൂപ്പർ ഹൈക്കമാൻഡ് ആകുന്നുണ്ടോ എന്നുള്ളതാണ്. ഹൈക്കമാൻഡ് അങ്ങനെ സൂപ്പർ ഹൈക്കമാൻഡ് ആകുന്നില്ല എന്നിവർ പറയുമ്പോൾ ലീഗിന്റെ 1-2 കാര്യങ്ങൾ വളരെ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് ഇവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാണാതിരിക്കാൻ പാടില്ല. ഒന്നാമത്തെ കാര്യം, പൊതുവെ ആരാണ് മുഖ്യമന്ത്രി ആകേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് പരസ്യമായിട്ടുള്ള പ്രതികരണം നടത്തുന്ന ശൈലി മുസ്ലിം ലീഗിന് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത്തവണ അത് അവർ ലംഘിച്ചു. ആദ്യം തന്നെ ശ്രീ PK കുഞ്ഞാലിക്കുട്ടി ഒരു മാധ്യമ അഭിമുഖത്തിൽ പറഞ്ഞത് ജനവികാരം നോക്കിയതിന് ശേഷമാണ് തീരുമാനമെടുക്കുക എന്ന് പറഞ്ഞു. ലീഗിന്റെ പിന്തുണ അങ്ങനെ ആയിരിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം അതിനോടൊപ്പം പറഞ്ഞൊരു കാര്യമുണ്ട്, ഹൈക്കമാൻഡിന്റെ പ്രതിനിധി വരുന്നു, അദ്ദേഹം ഒരു കസേരയിട്ട് അപ്പുറത്തിരിക്കുന്നു, ഞങ്ങളുടെ ആളൊരു കസേര ഇട്ടിട്ട് ഇപ്പുറത്തിരിക്കുന്നു, അപ്പോൾ ഞങ്ങളോട് ഒരു അഭിപ്രായം ചോദിക്കുമ്പോൾ ഞങ്ങളത് പറയുന്നു, പക്ഷെ അത് ജനവികാരം നോക്കിയിട്ടായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ അത് കടന്നതിന് ശേഷം സാദിഖ് അലി ശിഹാബ് തങ്ങൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ആ ജനവികാരം VD സതീശനൊപ്പമാണ് എന്ന് പറഞ്ഞപ്പോൾ ഓപ്പൺ സപ്പോർട്ട് കൊടുത്തു. അത് എന്തിനാ അങ്ങനെ ചെയ്തത്? മുമ്പ് ഒന്നും അങ്ങനെ കൊടുക്കാതിരുന്നത് ഇത്തവണ എങ്ങനെ കൊടുത്തു? പിന്നെ വളരെ അസാധാരണമായിട്ടുള്ള ഒരു ചെറിയ മീഡിയ ഇന്ററാക്ഷൻ ഉണ്ടായിരുന്നു. അത് വളരെ ക്രിട്ടിക്കലാണെന്നാണ് ഞാൻ കരുതുന്നത്. ഖാർഗെയുടെ ആ കോളിനെ പറ്റി ശ്രീ വേണു പറഞ്ഞതുപോലെ തന്നെ ഈ തീരുമാനമെല്ലാം തന്നെ 9-10 ദിവസമൊക്കെ കഴിയുന്ന സമയത്ത് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ആൾക്കാർ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നപ്പോൾ തീരുമാനം ഉണ്ടാകുന്നതിനെ കുറിച്ച് എന്താണ് ലീഗിന്റെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞെന്തായിരുന്നു ശ്രീ കുഞ്ഞാലിക്കുട്ടി? അദ്ദേഹം പറഞ്ഞത് അടുത്ത ദിവസം കോൺഗ്രസിന്റെ പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് അറിയുന്നത്, അതിനുശേഷം ഞങ്ങൾ അഭിപ്രായം പറയാമെന്നാണ്. കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി നേതാവിനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ പിന്നീട് ലീഗ് അഭിപ്രായം പറയേണ്ടുന്ന കാര്യം എന്താണ്? അങ്ങനെ അഭിപ്രായം പറയേണ്ടതില്ല. അപ്പൊ അതിനർത്ഥം, അതിന്റെ ധ്വനി ഞങ്ങൾക്ക് താല്പര്യമുള്ള ആളാണോ അല്ലയോ എന്ന് ഞങ്ങൾ നോക്കും, അതിനനുസരിച്ച് ഞങ്ങൾ അഭിപ്രായം പറയും എന്നാണ്. ഇവിടെയാണ് ലീഗ് ഫ്ലെക്സ് ചെയ്യുന്നു എന്ന് പറയുന്നത്. അതിനുശേഷം ഇടുക്കിയിൽ നടന്നിരിക്കുന്ന യൂത്ത് ലീഗിന്റെ പ്രകടനം എന്തായിരുന്നു? അവർ പറഞ്ഞിരുന്ന കാര്യങ്ങൾ എന്താണ്? സാമുദായികമായിട്ടുള്ള മോശമായിട്ടുള്ള വാക്കുകൾ അവർ ഉപയോഗിച്ചത് നമ്മൾ കണ്ടതാണ്. നമുക്ക് പൊളിറ്റിക്കലി ആൾക്കാരെ വിമർശിക്കാം, അത് അതിര് കടക്കുന്നുണ്ട് എങ്കിൽ അവർ തിരിച്ചു വിമർശനത്തിന് വിധേയമാകും, ഇതൊക്കെ നടക്കും. പക്ഷെ ലീഗ്, അവിടെ യൂത്ത് ലീഗിന്റെ പ്രവർത്തകരെല്ലാം തന്നെ പ്രകടനം നടത്തി പറഞ്ഞിരുന്നത് എന്താണ്? ലീഗ് ഈ പറയും നിയമങ്ങൾ അത് ശരിയാണോ? ശ്രീ വസന്ത് അംഗീകരിക്കുന്നുണ്ടോ? ഏതെങ്കിലും കോൺഗ്രസ്സുകാർ ഇതിനെ തള്ളി പറഞ്ഞോ? ഇപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം ആ തീരുമാനം ശരിയല്ല എന്ന് കണ്ടിട്ട് യൂത്ത് ലീഗിന്റെ സംസ്ഥാന സമിതി അവിടെ ഉണ്ടായിരുന്ന യൂണിറ്റ് അങ്ങ് പിരിച്ചുവിട്ടുവെന്ന്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നതിന് ശേഷം കേരളത്തിലെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് പ്രതികരിച്ചോ? ഇത് ശരിയല്ല എന്ന് പറഞ്ഞോ? ഇപ്പോ പെരുന്നയിലുള്ള ആളിനെ അല്ലെങ്കിൽ കണിച്ചുകുളങ്ങരയിൽ ഇരിക്കുന്ന ആൾക്കാരെ, ഇവരെയൊക്കെ നിങ്ങൾക്ക് വിമർശിക്കുന്നതിന് പ്രശ്നമില്ല. പക്ഷെ അതിനകത്തിൽ വെള്ളാപ്പള്ളി തെമ്മാടി എന്ന് വിളിക്കുന്നത് മര്യാദയല്ല. അപ്പൊ അതുകൊണ്ട് എന്താ ലീഗ് പേപ്പറിൽ എഴുതിയത് എന്താ? ലീഗിന്റെ കടലാസിൽ മഷി പുരണ്ടത് എന്താ? ഇവരുടെ അന്തസ്സിന് ചേരാത്ത കാര്യങ്ങൾ ചെയ്തു, പ്രകോപനപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു. ഞാൻ പറഞ്ഞത് ഇത് അധികാരത്തിലേക്ക് വന്നിട്ടില്ല, പക്ഷെ ലീഗ് ഭരിക്കും കേരള മണ്ണ്, ലീഗ് പറയും നിയമങ്ങൾ എന്ന രീതിയിലത്തേക്ക് പറയുന്നത്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു വലിയ കമ്മ്യൂണിറ്റിക്ക് ഒരു വലിയ രീതിയിലത്തേക്കുള്ള പൊളിറ്റിക്കൽ സ്വാധീനമുണ്ട് എങ്കിൽ അധികാരത്തിലേക്ക് അത് ഫ്ലെക്സ് ചെയ്യുന്നതിന് തുല്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിൽ ഇപ്പോഴും ബഹുഭൂരിപക്ഷം സ്ഥലങ്ങളും അങ്ങനെ തന്നെയാണ്. അല്ലാത്ത അബറേഷൻസ് നമ്മൾ പറയുകയാണെങ്കിൽ ജോയിയെ പോലെയോ മറ്റോ പറയാനുള്ള ഒരു 2-3 വിരലിലെണ്ണാവുന്ന ഉദാഹരണങ്ങളേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് അങ്ങനെ ഉദാഹരണങ്ങളില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്വപ്നം ചിലർക്ക് ചില കാലം ഒത്തിടും എന്ന് മാത്രമേ അതിൽ പറയാനുള്ളൂ. ശ്രീ വേണു.
ശരിയാണ് എന്ന് മാത്രവുമല്ല, ഇപ്പോൾ ഇടുക്കിയിലെ യൂത്ത് ലീഗിന്റെ അവിടുത്തെ ജില്ലാ യൂണിറ്റ് സസ്പെൻഡ് ചെയ്തു എന്നാണ് വലിയ ഒരു നടപടി എന്ന നിലയിൽ യൂത്ത് ലീഗ് ആയാലും മുസ്ലിം ലീഗ് ആയാലും അവകാശപ്പെടുന്നതെങ്കിൽ, ലീഗിന്റെ നിയമങ്ങൾ കൊണ്ട് ലീഗ് ഭരിക്കുമെന്നൊരു മുദ്രാവാക്യം ഒരു നാവിൽ നിന്ന് ഉയരണമെങ്കിൽ ലീഗ് നേതൃത്വത്തിന്റെ അപ്രമാദിത്വം അവര് അങ്ങനെ തന്നെ അനുഭവിച്ചിരിക്കുന്നു എന്നതാണ്. അപ്പോൾ സസ്പെൻഡ് ചെയ്യപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് അത് പുറത്തേക്ക് പ്രകടിപ്പിച്ച നാവുകൾ മാത്രമാണ്. അതിന്റെ മസ്തിഷ്കം എവിടെ ഇരിക്കുന്നു എന്ന ചോദ്യമാണ് ലീഗ് സ്വയം ചോദിക്കണം. ഈ ചർച്ച ലീഗിനെ കേന്ദ്രീകരിച്ച് വരണമെന്നൊരു ദുരുദ്ദേശവുമില്ലായിരുന്നു. പക്ഷേ ആനന്ദ്, ഇത് ചർച്ച ചെയ്യേണ്ടി വരുന്നത് ഇപ്പോൾ ഈ ലീഗിനൊരു അപ്രമാദിത്വം എന്ന പശ്ചാത്തലത്തിലാണ്. രമേശ് ചെന്നിത്തല അത്യാവശ്യമാണ് എന്ന ഒരു നീക്കുപോക്കിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ടാണത് പരിശോധിക്കേണ്ടി വരുന്നത്. അതുപോലെ തന്നെ KC പക്ഷത്തിനും ഈ പറയുന്ന പ്രാതിനിധ്യം ഉറപ്പാക്കേണ്ടതുണ്ട്. അവർക്ക് പാർലമെന്ററി പാർട്ടിയിൽ നല്ല മേധാവിത്വം ഉണ്ടായിട്ടും ലീഗിന്റെ ശക്തമായ പിന്തുണ സതീശനിൽ കേന്ദ്രീകരിക്കപ്പെട്ടതുകൊണ്ടാണ് ഇതെല്ലാം സമവാക്യങ്ങളെല്ലാം മാറി മറിഞ്ഞത്. അതുകൊണ്ട് ആ രൂപത്തിലാകണം കോമ്പിനേഷൻ ഉണ്ടാകേണ്ടത്. ആ സാഹചര്യം വന്നതുകൊണ്ടാണ് നമുക്ക് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരുന്നത്. ആനന്ദ്, വേഗം ഇതിലൊരു പാറ്റേൺ കാണുന്നുണ്ട്. ഇപ്പോൾ ഈ നേരത്തെ ശ്രീത്ത് പറഞ്ഞതുപോലെ ഒരു പൊതുജന വികാരം, ജനവികാരം എന്ന് പറയുന്ന ഒരു സംജ്ഞ കൊണ്ടുവരുന്നു. അതാണ് പിന്നീട് എല്ലാം നിയന്ത്രിക്കുന്നതും നിർണ്ണയിക്കുന്നതും. കുഞ്ഞാലിക്കുടി തുടങ്ങി വയ്ക്കുന്നു, സാദിഖലി തങ്ങൾ അതിന് അപ്രമാദിത്വം നൽകുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ KC ക്യാമ്പ് പറയുന്നത് ഈ ജനവികാരം എന്ന് പറയുന്നത് KCയെ മാത്രം ലക്ഷ്യമിട്ട് ഉള്ളതായിരുന്നു. അത് KCക്കെതിരാണ് എന്ന പ്രതീതി സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നു. ആ പ്രയോഗം തന്നെ വന്നത് അങ്ങനെ KC ഇല്ലാതാക്കുക എന്ന ലക്ഷ്യമിട്ടുകൊണ്ടാണ് എന്ന്. അതിനോട് തുടർന്നാണ് ഈ പ്രതിഷേധങ്ങളിലുള്ള മുസ്ലിം ലീഗിന്റെ സാന്നിധ്യം കാണുന്നത്. അതിനോട് ചേർത്താണ് ചില കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ വിജയം ഉറപ്പാക്കിയത് ലീഗാണ്. അവർ പക്ഷേ KC പക്ഷത്തേക്ക് ചാഞ്ഞപ്പോൾ അവർ പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത തരത്തിലുള്ള ആൾക്കൂട്ട ഭേദ്യം ചെയ്യലിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അതിൽ നിന്ന് ഒരു ഘട്ടത്തിൽ ഷാഫി പറമ്പിലിന് പോലും ഇമ്മ്യൂണിറ്റി കിട്ടാതെ പോയത്. ഷാഫി ഇതേപോലെ പ്രതീകവൽക്കരിച്ചതാണ് ലീഗിന്റെ അണികൾ. പക്ഷെ അതേപോലെ തന്നെ ഡീമണൈസ് ചെയ്തു ഷാഫിയെ. അപ്പോൾ ഈ ഒരു പാറ്റേൺ കാണുമ്പോൾ ഇത് യാദൃച്ഛികമാണെന്ന് കരുതാൻ കഴിയുമോ ആനന്ദ്? അല്ല വേണു, ഈ ചർച്ച ഒരു വർഗീയ തലത്തിലേക്ക് നീങ്ങുന്നത് ദൗർഭാഗ്യകരമാണ്. വേണുവിനെ പോലെ 20 വർഷത്തിൽ കൂടുതലായി ഈ ജോലി ചെയ്യുന്ന ഒരാൾ ഇങ്ങനെ ഒരു അതിന്റെ സാഹചര്യമാണ് ഞാൻ പറഞ്ഞത്. വർഗീയമായിട്ട് തിരിക്കാൻ പാടില്ലായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. അതെ, എനിക്ക് മനസ്സിലായി. പക്ഷേ എങ്കിലും ഇവിടെ ഇപ്പം പറഞ്ഞ ചില യുക്തികളുണ്ടല്ലോ. അതായത് തവനൂര് ജോയ്ക്ക് ജയിക്കാം, അല്ലെങ്കിൽ ഷിയാസിന് കൊച്ചിയിൽ ജയിക്കാം എന്ന് പറയുന്ന, എന്നാൽ മറ്റ് 130 അതിൽ കൂടുതൽ മണ്ഡലങ്ങളിലും അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? അത് നേരെ തിരിച്ചാണ്. ഇവിടെ 7-8 അങ്ങനെ മണ്ഡലങ്ങൾ ഉണ്ടാകും ഇപ്പോഴും കേരളത്തിൽ. ഈ യുക്തി ഇതുവരെ കേരളത്തിൽ വേണുവിന്റെ ഒരു ഉദാഹരണം ആനന്ദ് ഒരു സെക്കൻഡ് ഞാൻ പറയാം. അല്ലല്ല ഒരു സെക്കൻഡ്, പ്രശാന്തിന്റെ ബൈലൈൻ സ്റ്റോറി ആരെ പറ്റിയാ? അല്ലല്ല ഒരു സെക്കൻഡ്, എനിക്കത് ക്ലിയർ ചെയ്തേ പറ്റൂ. ലീഗിനെ പറ്റിയാണ്. ഇനി താഴെ, വെൻ കോൺഗ്രസ് സ്പ്ലിറ്റ് ഫേം IUML ഡ്രൂ ദ ലൈൻ ഫോർ സതീശൻ. വിശദമായ വാർത്തകളാണ്. KC വിൽ റിമെയിൻ ഇൻ ദ ഗെയിം വിത്ത് പവർ പ്ലേ, സേ ഹിസ് സപ്പോർട്ടേഴ്സ്. എല്ലാത്തിലും വരുന്നത് ഈ ലീഗിന്റെ റോളിനെ പറ്റിയാണ്. ഒരു മുഴുവൻ പേജ്. ആനന്ദേ, അതുകൊണ്ട് വേണുവിന്റെ തലയിൽ അത് വെക്കണ്ട. അല്ല, അത് പ്രശാന്ത് കോഴിക്കോട്ടിരുന്ന് പ്രശാന്ത് പടച്ചു വിടുന്നതിനൊന്നും വേണുവിനോ എനിക്കോ ഒരു പ്രത്യേകിച്ച് അതിന് ഉത്തരവാദിത്വമൊന്നും ഇല്ലല്ലോ. പ്രശാന്ത് അവിടെ കോഴിക്കോട് വർഷങ്ങളായിട്ട് ഇരിക്കുന്ന ആളാണ്. അദ്ദേഹം ലീഗിനെയും ഒക്കെ ട്രാക്ക് ചെയ്യുന്ന ആളാണ്. പക്ഷെ പ്രശാന്ത് എഴുതുന്നത് അദ്ദേഹം ബ്യൂറോ ചീഫാണ്. ആനന്ദ് പ്രിന്റിൽ എഴുതിയ ലേഖനം കോട്ട് ചെയ്തുകൊണ്ട് നമുക്ക് സംസാരിക്കേണ്ടി വന്നിട്ടില്ലേ? KC വേണുഗോപാലിനെ അവിടെ ഓടിക്കാനായിട്ട് ഒരു ചേരി പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ താല്പര്യം അങ്ങനെയാണ് എന്നതടക്കം. അല്ലെന്നേ, ലേഖനങ്ങൾ തമ്മിലുള്ള മത്സരമല്ലല്ലോ ഇത്. കോട്ട് ചെയ്യേണ്ട സാഹചര്യം കോട്ട് ചെയ്യുന്നുണ്ട്. അതാണ് പറയുന്നത്. ജനറൽ സെക്രട്ടറി ഓർഗനൈസേഷൻ, സംഘടനാ സെക്രട്ടറി എന്ന പദവി വഹിച്ചുകൊണ്ട് ഇവിടെ ചുളുവിൽ മുഖ്യമന്ത്രിയാകാൻ പറ്റും, 102 സീറ്റ് കിട്ടിയതുകൊണ്ട് ചുളുവിൽ മുഖ്യമന്ത്രിയാകാൻ പറ്റുമെന്ന് കരുതിയത്, അത് എന്താണ്, അതിനെ വളരെ സാമാന്യവൽക്കരിക്കുക എന്നുള്ളത് വേണു ചെയ്യുന്നത് ഒട്ടും ശരിയല്ല. ഇവിടെ സതീശന്റെ പിന്നിൽ ജനവികാരമുണ്ടായിരുന്നു. ശരിയാണ്, ഈ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. ലീഗ് ഔട്ട് ഓഫ് ദി വേ, അവർ ചെയ്യുന്നുണ്ട്. അവർ സറ്റിലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അവർ വളരെ പ്രത്യക്ഷമായിട്ട് ചെയ്യുകയും അത് ഇങ്ങനെ ഒരു വ്യാഖ്യാനിക്കാവുന്ന തലത്തിലേക്ക് എത്തിക്കുകയും BJPയും ഇവിടെ ഇടതുപക്ഷവും ഇവിടെ മറ്റ് ചില ആൾക്കാരും തൽപര കക്ഷികളും അതിനെ വളച്ചൊടിക്കുകയും ചെയ്യും എന്നുള്ളത് ശരിയാണ്. പക്ഷേ അപ്പോഴും ലീഗിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെ, ഇവിടെ പേര് പറഞ്ഞിട്ടില്ലല്ലോ, ജമാഅത്തെ ഇസ്ലാമി ഇതിലൊരു പ്ലെയറാണ്.
മീഡിയ വൺ ചാനൽ ഒരു പ്ലെയറാണ്. അപ്പോൾ അവരുടെയൊക്കെ പലതരത്തിലുള്ള കുൽസിത പ്രവർത്തനങ്ങൾ അവർ നടത്തി, അത് പോട്ടെ. പക്ഷേ അത് പറഞ്ഞുകൊണ്ട് വേണുഗോപാലിന് ഇവിടെ 102 സീറ്റ് കിട്ടിയതുകൊണ്ട് സതീശന് ഇവിടെ ജനവികാരമില്ലായിരുന്നു. ഇവിടെ എല്ലാ സമുദായങ്ങളും, ഇവിടെ മുസ്ലിം സമുദായം മാത്രമല്ല സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് അവർ ഇവിടെ പൊതുജനവികാരം ഉണ്ടാക്കിയത്. ഇവിടുത്തെ ഈ മധ്യകേരളത്തിലെ ക്രിസ്തീയ സമുദായവും സതീശന് അനുകൂലമായിരുന്നു. അതെന്താണ് വേണു കാണാത്തത്? ഇവിടെ ക്രിസ്ത്യൻ മുസ്ലിം സംഘർഷമായിരുന്നല്ലോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഒരു വലിയ സ്റ്റോറി. ഇത്തവണ അത് ഉണ്ടായില്ല. ഈ ഷിയാസ് മത്സരിക്കുന്ന കൊച്ചി മണ്ഡലത്തിൽ 30,000 മുസ്ലിങ്ങളാണ് ആകെയുള്ളത്. വേണുവിന് കണക്ക് വേണമെങ്കിൽ പരിശോധിക്കാം. ആകെ 30,000, 1,50,000 ഇതര സമുദായ ആൾക്കാരുണ്ട്. അവിടെ 90,000 ക്രൈസ്തവരുണ്ട്. ബാക്കി ഹിന്ദു സമുദായമാണ്. ഇപ്പൊ കേൾക്കാം. ഇല്ല, കേൾക്കാൻ വയ്യ. അല്ല, ഞാൻ പറയുന്നത് ഇപ്പൊ കേൾക്കാം. അല്ല, ആനന്ദ്, പ്രേക്ഷകർ കേട്ടിട്ടുണ്ടാവും. അങ്ങനെയെങ്കിൽ കുഴപ്പമില്ല, ഞാൻ പിന്നീട് അത് കേട്ടോളാം. കാരശ്ശേരി മാഷിലേക്ക് അവസാനമേ. കാരശ്ശേരി മാഷ് കേൾക്കാമല്ലോ അല്ലേ? അല്ല, അങ്ങയുടെ പോയിന്റ് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ നമുക്ക് വിടാം, സമയം കഴിയാണല്ലോ. മാഷ്ക്ക് കേൾക്കാമോ? ശരി. ചെറിയൊരു സാങ്കേതിക പ്രശ്നമുണ്ട്. എന്തായാലും വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. അവസാനമായി വസന്ത തെങ്ങുംപള്ളിയിലേക്ക്. കാരശ്ശേരി മാഷി ക്ഷമിക്കണം, സാങ്കേതിക പ്രശ്നങ്ങളുകൊണ്ടാണ് അങ്ങയിലേക്ക് വരാൻ കഴിയാത്തത്. വസന്ത തെങ്ങുംപള്ളി, ഇവിടെ ഇപ്പോൾ ഇത്തരം ചർച്ചകൾ ഉയർന്നു വരിക, അത് ആത്യന്തികമായി BJPക്ക് ഗുണകരമാകുന്ന സാഹചര്യം വരിക, അതൊക്കെ ഓരോ ഘട്ടത്തിലും മാധ്യമങ്ങളുടെ തലയിൽ മാത്രം വെച്ചാൽ പോരാ. ഒരു രാഷ്ട്രീയ സംഭാഷണം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ സംവാദം തുടങ്ങുമ്പോൾ അതിൽ മുഖ്യകക്ഷികളായി നിൽക്കുന്നവർക്ക് കൂടി ഉത്തരവാദിത്തമുണ്ട് ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായി വരാതിരിക്കാൻ. അത്തരം ഒരു ജാഗ്രത കുറവ് ഉണ്ടായിട്ടുണ്ടോ തുടക്കത്തിൽ തന്നെ? അല്ല, ഞാൻ വളരെ കൃത്യമായി ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞു, ഇവിടെയുള്ള സ്പേസിന്റെ പേര് ഡെമോക്രസി എന്നാണ്, ഡിക്റ്റേറ്റർഷിപ്പ് എന്നല്ല. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരും. ഇന്ന് BJPയുടെ സംസ്ഥാന പ്രസിഡന്റാണ്, ഹൈക്കമാൻഡ് അല്ല മുസ്ലിം ലീഗാണ് തീരുമാനിച്ചത് എന്ന കണക്കിന് വർത്തമാനം പറയുന്നത്. ആ രീതിയിലുള്ള വർത്തമാനങ്ങൾ കേരളത്തെ എവിടേക്കാണ് കൊണ്ടുപോകുക എന്നുള്ളത് നമ്മൾ ചിന്തിച്ചാൽ നന്നാവും. നോക്കൂ, ഇവിടെ ഷിയാസ് ജയിച്ചത് വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. ഷിയാസ് ജയിച്ചെടുത്ത് കൂടുതൽ ഭൂരിപക്ഷമുള്ളത് മുസ്ലിം സമുദായമല്ല. അങ്ങ് ചോദിച്ചു പൂഞ്ഞാറിൽ ജയിക്കുമോ? പൂഞ്ഞാർ ഞാൻ വോട്ട് ചെയ്യുന്ന എന്റെ മണ്ഡലമാണ്. പൂഞ്ഞാറിലോ കാഞ്ഞിരപ്പള്ളിയിലോ അല്ലെങ്കിൽ പാലായിലോ മറ്റേതെങ്കിലും മണ്ഡലങ്ങളിലോ വരും നാളുകളിൽ ചിന്തിക്കുന്ന പുതിയ പാല ഞാനല്ല ചോദിച്ചത്, CP ജോൺ ഞങ്ങളോട് തിരിച്ചു ചോദിക്കുകയായിരുന്നു. അല്ല, ഞാൻ ഉത്തരം പറയുന്നത്, ചിന്തിക്കുന്ന പുതിയ തലമുറയെ സംബന്ധിച്ച് ആ സ്ഥാനാർത്ഥിയുടെ പേരിന്റെ വാനറ്റത്തെ മതമല്ല, മറിച്ച് അയാളുടെ മെറിറ്റ് ആയിരിക്കും ചർച്ച ചെയ്യപ്പെടുക. അങ്ങനെ ചർച്ച ചെയ്യപ്പെട്ടതുകൊണ്ടാണ് 102 സീറ്റുകളിലേക്ക് ഞങ്ങൾ വളർന്നത്, CPM ചുരുങ്ങിയതും. ഇനി അത് തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇനി അങ്ങയുടെ ചോദ്യത്തിന് ഞാൻ അങ്ങയോട് താതാമ്യപ്പെടുന്ന ഒരേ ഒരു കാര്യമുണ്ട്, പബ്ലിക്കായി ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ തെരുവ് മധ്യത്തിലേക്ക് വലിച്ചഴയ്ക്കുന്നത് പാർട്ടിക്കും മുന്നണിക്കും നല്ലതല്ല എന്നത് തന്നെയാണ് കോൺഗ്രസിന്റെ അഭിപ്രായം, എന്നത് തന്നെയാണ് എന്റെ അഭിപ്രായം. ശരി, കാരശ്ശേരി മാഷ്ക്ക് കേൾക്കാമോ? ശരി, സാങ്കേതിക പ്രശ്നമുണ്ട്. ശ്രീത്ത്, എനിക്ക് ഈ ചർച്ച അവസാനിപ്പിക്കണം. ഇപ്പോൾ MP പ്രശാന്തിന്റെ മെക്കിട്ട് കറിയിൽ ഇല്ലാതാകുന്നതാണോ ഇത്തരം ചോദ്യങ്ങൾ? അല്ലെങ്കിൽ ഇതിലിപ്പോൾ ഇങ്ങനെയൊരു രാഷ്ട്രീയ വശമുണ്ട്, അങ്ങനെ വന്നാൽ ഉടനെ ഇതൊരു വർഗീയ ചർച്ചയായി ലഘൂകരിക്കപ്പെടുന്നു എന്നാണോ വിമർശിക്കപ്പെടേണ്ടത്? ഒരു കാര്യമുണ്ട്, PD സതീശന്റെ നിലപാടുകൾ 2 വിഭാഗങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. ഒറ്റ സെക്കൻഡ്, ഞാൻ വേഗം നിർത്താം. അത് മതേതര സമൂഹത്തെയും അതുപോലെ തന്നെ ന്യൂനപക്ഷ സമൂഹത്തെയും ഒരേപോലെ വിശ്വാസത്തിലെടുത്ത ദൃഢതയുള്ളൊരു നിലപാടായിരുന്നു. അതിന്റെ തെളിമയെ നമ്മൾ ആ ഘട്ടങ്ങളിലെല്ലാം അംഗീകരിച്ചിട്ടുണ്ട്. അതിൽ എവിടെയെങ്കിലും ഒരു ഹാനി തട്ടുന്നു എങ്കിൽ അത് ചൂണ്ടിക്കാട്ടേണ്ടതല്ലേ ശ്രീത്തെ? ചുരുക്കം വാക്കുകൾ. തീർച്ചയായിട്ടും. അതായത് നമ്മളിപ്പോൾ ഒരു വർഗീയതയാണ് എന്ന് തോന്നുന്ന ഒരു കാര്യത്തിനെ പറ്റി പറയുന്നതോ, ഏതെങ്കിലും ഒരു പാർട്ടി, അത് മതം ഒരു പ്രധാനപ്പെട്ട പരിഗണനയാകുന്ന ഒരു പാർട്ടി അവരുടെ മസിൽ ഫ്ലെക്സ് ചെയ്തുകൊണ്ട് അവർക്ക് താല്പര്യമുള്ള ഒരു ഡിസിഷൻ എൻഡോഴ്സ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് നടപ്പാക്കാനായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നു എന്ന് പറയുന്നതോ വർഗീയതയാവുന്നില്ല. മറിച്ച് നമ്മൾ എന്തിനെക്കുറിച്ചാണോ പറയുന്നത് അതിൽ വർഗീയതയുണ്ടോ, അതിൽ നമ്മൾ പറയുന്നതിൽ മെറിറ്റ് ഉണ്ടോ എന്നുള്ളതാണ് ചോദിക്കേണ്ടത്. അതല്ലാതെ നമ്മൾ ഇങ്ങനെ സാമാന്യവൽക്കരണം നടത്തിക്കൊണ്ട് ഇത് പറയുന്നതിൽ കാര്യമില്ല. അങ്ങനെയെങ്കിൽ ഇടുക്കിയിൽ നടന്നിരിക്കുന്ന കാര്യത്തിനെ പറ്റി നമ്മൾ മിണ്ടാൻ പാടുണ്ടോ?
ഇടുക്കിയിൽ നടന്നിരിക്കുന്ന ആ ഒരു റാലിയിൽ പറഞ്ഞിരിക്കുന്ന മുദ്രാവാക്യങ്ങൾ പ്രകോപനപരവും പാർട്ടിയുടെ അന്തസ്സിന് ചേരാത്തതുമാണ് എന്ന് ലീഗ് തന്നെ കണ്ടെത്തിയിരിക്കുന്നു. അതിനെക്കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് ആ പറയുന്ന ശ്രീജിത്ത് പണിക്കർ വർഗീയവാദിയായി മാറുന്നുണ്ടോ? ഇല്ല എന്നുള്ളതാണ് ലീഗ് തന്നെ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അത് ചേർത്ത് വായിക്കും. മാത്രമല്ല, മതേതരത്വത്തിന് മുറിവേൽക്കുന്നോ എന്ന ആശങ്കയിൽ നിന്നുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യത്തിനും വർഗീയ സ്വഭാവം ഉണ്ടാകില്ല, വർഗീയതയിലേക്കുള്ള ലഘൂകരണമാകില്ല. കാരണം നാം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മതേതരത്വത്തെ അതെങ്ങനെ ബാധിക്കുന്നു എന്നതാണ്. അതാണ് അതിലെ സതുദ്ദേശ്യം. ആനന്ദ് വസന്ത്, അവസാനമായി കാരശ്ശേരി മാഷ് അങ്ങേക്ക് കേൾക്കാമെന്ന് തോന്നുന്നു. അങ്ങയുടെ മറുപടിയോടെ ഈ ചർച്ച അവസാനിപ്പിക്കാം. വി ഡി സതീശൻ എന്തായാലും പുതിയ സ്വഭാവത്തിലുള്ള വെല്ലുവിളികൾ നേരിടുകയാണ്. അത് ഇതുവരെ ഉള്ള ജനകീയ കരുത്തോടെ അദ്ദേഹം അതിജീവിക്കുന്ന രീതി എങ്ങനെയായിരിക്കുമെന്നാണ് അങ്ങ് കാണുന്നത്? അത് തീർച്ചയായിട്ടും പ്രവചനാതീതമാണ്. കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാണ് കോൺഗ്രസ് പാർട്ടിക്കകത്തുനിന്ന് അദ്ദേഹത്തിന് നേരിടേണ്ടി വരിക എന്നിപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷേ ഇതുവരെയുള്ള സതീശൻ്റെ തൻ്റെ അടുത്ത് വിശ്വസിച്ചുകൊണ്ട് ഞാൻ പറയാണ്, അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങൾ മറികടക്കാനുള്ള ഊർജം, ജനങ്ങളിലുള്ള ആ അളവിലുള്ള വിശ്വാസം ഒക്കെ അദ്ദേഹത്തിൻ്റെ തൻ്റെ ഇടം അതിന് അദ്ദേഹത്തെ പ്രാപ്തനാക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും മുസ്ലിം ലീഗിൻ്റെ ആളുകൾ ഇടുക്കിയിൽ കാണിച്ചതൊക്കെ വളരെ അന്തസ്സില്ലാത്തതും അച്ചടക്കമില്ലാത്തതും ഇവിടുത്തെ മറ്റു തരത്തിലുള്ള മതവർഗീയത, ഇപ്പോൾ BJP ഒക്കെ വളർത്തുന്ന പണികളാണ് അതൊക്കെ വളരെ അന്തസ്സില്ലാത്ത പണികളാണ്. അത്തരം കാര്യങ്ങളൊക്കെ പിടിച്ചു കെട്ടാൻ സാധിക്കുന്ന ഒരു ആദർശവാദിയാണ്, ഒരു തീർച്ചയായും മതേതരവാദി എന്ന് എല്ലാ അർത്ഥത്തിലും വിളിക്കാവുന്ന ഒരാളാണ് സതീശൻ എന്നാണ് എൻ്റെ പ്രതീക്ഷ. ശരി, എന്തായാലും ഇന്നത്തെ അദ്ദേഹത്തിന്റെ രണ്ട് പ്രതികരണങ്ങൾ മാതൃകാപരമാണ്. ഒന്ന്, രാഷ്ട്രീയ അധികാര ധൂർത്തിനുള്ള മറുപടി. എസ്കോട്ടും പൈലറ്റും മാത്രം മതി, അല്ലാതെയുള്ള വാഹന വ്യൂഹങ്ങളും അകമ്പടിക്കാരും ഒന്നും വേണ്ട എന്ന്. അതുപോലെ തന്നെ സാമുദായിക അധികാരത്തിന്റെ ധൂർത്ത്, അതിനോടുമുള്ള കർക്കശമായ നിലപാട് സതീശൻ ആവർത്തിച്ചിട്ടുണ്ട്. ഈ പറയുന്ന വിദ്വേഷ പ്രചാരണത്തോട് ഒരു കോംപ്രമൈസും ഇല്ല എന്നാണ് സതീശൻ പറഞ്ഞത്. മാത്രമല്ല, അത്തരം കാര്യങ്ങൾ നടത്തുന്ന സമുദായ നേതാക്കന്മാരെ പറ്റി കൃത്യമായി സതീശൻ ആവർത്തിച്ച് പറഞ്ഞു, തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല വിട്ടുവീഴ്ച, പിന്നെയല്ലേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് എന്ന്.